ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം. രക്ഷിതാവിനെ കാണുക എന്നുള്ള പാട്ടോട് മഹത്വപ്പെടുത്താം. Amen. Praise God. Praise the Lord. Hallelujah. രാത്രി എത്ര പേർ ആ കാൽവരിയിൽ യാഗമായി തീർന്ന കർത്താവിനെ ആമേൻ കണ്ടുകൊണ്ട് പാടുവാനിടയാണ്. നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി കാൽവരിയിൽ യാഗമായി തീർന്നു. മരണത്തെ പാതാളത്തെ അതിജീവിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ ദൈവപുത്രനായ ക്രിസ്തുവിനെ ഹല്ലേലൂയ.
രക്ഷിതാവിനെ കാൺക ഭാവി, രക്ഷിതാവിനെ കാൺക ഭാവി. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹമായ നല്ല രാത്രിക്കായി നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം. എനിക്ക് പൽക്കാലം അടികളെ വിട്ട് കടന്നു 12 മണിക്കൂർ കണ്ട് എത്രയോ ആയിരുന്നു സന്ധ്യയുടെ യാമങ്ങളാണ് ലോകത്ത് മാറ്റപ്പെട്ടപ്പോ അനേക രോഗികളെ ദുഃഖിതരായ സമാധാനമില്ല, സന്തോഷമില്ലാതെ അനേക മാതാപിതാക്കൾ നഷ്ടപ്പെട്ടപ്പോ, അനേക കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടപ്പോ, അനേക ഭാര്യ ഭർത്താക്കൾ നഷ്ടപ്പെട്ടപ്പോൾ അതിന്റെ മധ്യ കർത്താവിനെ ഉയർത്തുപോയി രാത്രികാലം ഒരു രാത്രി കൂടി കർത്താവ് നൽകുന്ന എല്ലാ അവസരം കാരണം നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം കർത്താവേ. കണ്ണിനെ കണ്ടതും കാലിന് വീശുന്നു പ്രാണവാനത്തും കർത്താവേ. ആപത്താന്തങ്ങൾ രോഗങ്ങളെല്ലാം പതിയിരിക്കുന്ന കാലഘട്ടങ്ങളെ അപ്പൊ എല്ലാവരും കാത്തുവലിക്കുന്ന അവർക്കായി നന്ദിയോട് സ്തുതിക്കുന്നു. പിന്നെ ഈ സന്ധ്യാസമയത്ത് സ്നേഹത്തിനും പ്രയർ ഫാമിലിയായി ഹല്ലേലൂയ കർത്താവേ അപ്പാ ഹല്ലേലൂയ കൂടി വരുവോ കർത്താവ് സഹായിക്കുന്ന അവൻകൾക്കായി നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. വിദേശത്തും സ്വദേശത്തും കോൺഫറൻസ് കോളും ആയിരുന്ന എല്ലാ പ്രിയപ്പെട്ട രാത്രിക്കാരെ ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ ഞങ്ങളുടെ പാതവിട്ടില്ലാതെ ഞങ്ങളുടെ ജീവിതം വളരെ അനുഗ്രഹമായി തീരുവ, വിടുതലായി തീരുവ, സന്തോഷമായി തീരുവ. അപ്പൊ അവർ സഹായിക്കുമാറാണമേ നമ്മോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എന്മനമേ ഹോവാഴ്ത്തുക, സർവ്വോന്നതമേ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എന്മനമേ ഹോവാഴ്ത്തുക. ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. തിരുവനന്തപുരം വായിക്കും പോലെ കർത്താവ് പലക്കാൻ ചെയ്ത സകല ഉപകാരങ്ങൾക്ക് നന്ദിയുള്ളവരായി തീരുവ. കർത്താവിന് മഹത്വം കൊടുക്കുക. ഈ രാത്രിക്കാരെ സഹായിക്കുക. അവൻകൾക്കായി നന്ദിയോട് സ്തുതിക്കുന്നു. സ്തോത്രം. എന്റെ ദാസനെ കരങ്ങൾക്ക് ഉപയോഗിക്കും. കുരിശിന് മറന്ന് സംസാരിപ്പ അവിടുന്ന് അധികാരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുക. അതിൻ്റെ ആഴങ്ങളെ മർമ്മങ്ങൾ ഈ രാത്രിക്കാലോട്ട് വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിക്കാല കൃത്യമായ ഓരോരുത്തരോട് അവിടെ ഇടപെടുകയും ചെയ്യും. മുഖപക്ഷം കൂടാതെ ദൈവദൂത ദൈവ ആലോചന വിളിച്ചു പറയുക. എന്റെ ദാസനോട് ശക്തി ബലപ്പെടുത്തുമാറാവണമേ എന്ന് പ്രാർത്ഥിക്കും. ഈ രാത്രിക്കാൽ അനേക പ്രിയപ്പെട്ടൊരു വിടുതലായി തീരുക, സൗഖ്യമായി തീരുക, അംഗത്താവെ സമാധാനമായി തീരുക, സന്തോഷമായി തീരുക. ആമേ. ഹല്ലേലൂയ. ദൂതൻ ഹല്ലേലൂയ. മറിയ ഏൽപ്പിക്കപ്പെട്ടല്ലേ, ഇതാ നിന്റെ ദാസി നിന്റെ വാക്കുപോലെ എനിക്ക് പാവിക്കട്ടെ. ഏൽപ്പിക്കപ്പെടുക അംഗത്താവെ ഇടയാക്കുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നത്. ദൂതുകൾ ഏറ്റെടുത്ത് വിടുതൽ പ്രാപ്ത, സൗഖ്യം പ്രാപ്ത, സന്തോഷം പ്രാപ്ത, വിടുതൽ പ്രാപ്ത, അനുഗ്രഹം പ്രാപ്ത ഈ രാത്രിക്കാലം ഓരോരുത്തരും ഇടയാക്കുമാറാണ് എന്ന് പ്രാർത്ഥന സാന്ത്വനം ഓരോരുത്തരും ഇടയാക്കണമേ. ആദ്യമുള്ള തിരുമേനി കൂടി സഹായിക്കണം. പ്രാർത്ഥനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. ശുശ്രൂഷിക ദേവദാസൻ ക്ഷമിച്ചുകൊണ്ട് ദേശം Praise the Lord. Hallelujah. Hallelujah. സന്തോഷമുള്ളവർ ചിരിച്ചോണ്ടൊരു ഹാലലൂയ പറഞ്ഞാട്ട്. ആമേൻ. ഇരുന്നവനും ഇരിക്കുന്നവനും ആദ്യനും അന്ത്യനും അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവനുമായ ആമേൻ നിസ്തുല്യനായ യേശു കർത്താവിന്റെ നാമത്തിൽ ആമേൻ എല്ലാവർക്കും ഞാൻ വന്ദനം ചൊല്ലുകയാണ്. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ആമേൻ. മനോഹരമായ ഒരു നല്ല പകൽ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ. പ്രൈസ് ദി ലോർഡ്. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താണ്. ഹല്ലേലൂയ. ആമേൻ. അർജന്റ് ഫോർ വെരിഫിക്കേഷൻ. ആമേൻ. അർജന്റ് ഫോർ വെരിഫിക്കേഷൻ. വളരെ വേഗത്തിൽ ആമേൻ. അത് എനിക്കൊരു ലെറ്റർ വന്നതാണ്. ആമേൻ. വളരെ വേഗത്തിൽ ആമേൻ അത് വെരിഫിക്കേഷൻ ചെയ്യണം. ആമേൻ. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി ആമേൻ വേഗത്തിൽ ഒന്ന് ക്രമീകരിക്കാമെങ്കിൽ ആമേൻ അത് ഹിസ്കിയാ രാജാവിനോട് ആമേൻ ആമോസിന്റെ മകനായ ആമേൻ യെശയ്യാ പ്രവാചകൻ ആമേൻ തന്റെ കൊട്ടാരത്തിൽ കയറി ചെന്ന് പറഞ്ഞത് ആമേൻ വേഗത്തിൽ ആമേൻ നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. ചില മാസങ്ങളായി ആഴ്ചകളായി ആമേൻ അത് ഞാൻ സോഷ്യൽ മീഡിയയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ആമേൻ ദൈവവചന ശുശ്രൂഷ ആമേൻ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് അനേകര് ആമേൻ അത് കേൾക്കുവാനും ആമേൻ അത് ഗ്രഹിക്കുവാനും ആമേൻ പഠിക്കുവാനും
ദൈവത്തിന് മഹത്വം ഉണ്ടാകുവാനൊക്കെ ഇടയാകത്തക്ക വിധത്തിൽ അനേകർക്ക് അനുഗ്രഹമായി കൊണ്ടിരിക്കുന്നു എന്ന് കേൾക്കുന്നതിൽ സന്തോഷമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എന്നാൽ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ ആമേൻ എനിക്ക് വേണ്ടും പോലെ ചെയ്യുവാൻ കഴിയാത്ത ഒരു സാഹചര്യം ഈ ദിവസങ്ങളിൽ കടന്നു വന്നു. ആമേൻ. അപ്പോഴെനിക്ക് ലഭിച്ച ഒരു ലെറ്ററാണ് അർജന്റ് ഫോർ വെരിഫിക്കേഷൻ. ആമേൻ. അതെ, 1 മാസമായി ഈ ലെറ്റർ ആമേൻ എനിക്ക് വന്നിട്ട്. ആമേൻ. എന്നാൽ ഞാൻ താമസിക്കുന്ന വീടും ഇപ്പോൾ ഞാൻ ആയിരിക്കുന്ന സ്ഥലവും തമ്മിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ചില വർഷങ്ങൾ താമസിച്ച സ്ഥലവും ആമേൻ ഇപ്പോൾ ഞാൻ ആയിരിക്കുന്ന സ്ഥലവും തമ്മിൽ ആമേൻ ഏതാണ്ട് 10-20 കിലോമീറ്ററിനുള്ളിൽ ആമേൻ ദൂരമുള്ളത് കൊണ്ട് ആമേൻ ഈ ലെറ്ററുമായി വന്നവർക്ക് എന്നെ കാണുവാനോ എൻ്റെ കയ്യിൽ ഇത് തരുവാനോ കഴിയാതെ പോയത് കൊണ്ട് ആമേൻ ഒരുപാട് ഡിലേ, ഒരുപാട് ഗ്യാപ്പ് വന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെ തന്നെ നിൽക്കുകയാണ്, പരിഹരിക്കപ്പെടുന്നില്ല. ആമേൻ. ആ പ്രശ്നം പരിഹരിക്കപ്പെടാത്തതിൻ്റെ ബുദ്ധിമുട്ട്, പ്രയാസം എന്താണെന്ന് ഞാൻ വളരെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ആമേൻ എനിക്ക് വീണ്ടും ആമേൻ സമയം തെറ്റാതെ കണ്ട് ആമേൻ ഇൻഫർമേഷൻ വന്നുകൊണ്ടിരുന്നു. ആമേൻ നിങ്ങളുടെ ഐഡന്റിറ്റി ക്ലിയർ ചെയ്യണം. ആമേൻ നിങ്ങൾ ആരാണെന്ന് ഞങ്ങൾക്ക് വ്യക്തമാകണം. ആമേൻ ഇല്ലാത്ത പക്ഷം നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെ നിങ്ങൾക്ക് പരിഹരിച്ച് മുമ്പോട്ട് പോകുവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ആമേൻ ഞാൻ വളരെ വേദനപ്പെട്ടു, പലരോടും ഷെയർ ചെയ്തു. എന്നാൽ ആമേൻ ഇൻഫർമേഷൻ ഞാൻ ശ്രദ്ധിക്കാതെ ആമേൻ എന്താണ് അവർ പറയുന്നത്, എന്താണ് അവർ നിർദ്ദേശിക്കുന്നതെന്ന് ഞാൻ ശ്രദ്ധിക്കാതെ പോകുന്തോറും എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതിരിക്കുകയാ. എന്നാൽ കഴിഞ്ഞ ദിവസം വീണ്ടും ആമേൻ ഞാൻ ഇൻഫർമേഷൻ ശ്രദ്ധിച്ചു. അപ്പോൾ വീണ്ടും മെസ്സേജ് വന്നു, ഐഡന്റിറ്റി ആമേൻ ക്ലിയർ ചെയ്യണം. ആമേൻ. അതിന് ചില ഓപ്ഷൻസ് എനിക്ക് തന്നു. ആമേൻ എനിക്കറിയാവുന്നതുപോലെ ചില ഓപ്ഷൻസിലൂടെ ഞാൻ സഞ്ചരിച്ചു. എന്നാൽ ആമേൻ ഇന്ന് രാവിലെ എനിക്ക് ഒരു മെസ്സേജ് വന്നു, ആമേൻ ഐഡന്റിറ്റി ആമേൻ അതെ അർജന്റ് ഫോർ വെരിഫിക്കേഷൻ. ആമേൻ എനിക്ക് ലഭിച്ച മെസ്സേജുമായി ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് ഉള്ള വാഹനവുമായി ഞാൻ പുറപ്പെട്ടു. ആമേൻ ഞാൻ ആമേൻ ഒരു ഓഫീസിൽ ചെന്ന് ഈ കാര്യങ്ങൾ ബോധിപ്പിച്ചപ്പോൾ അവർ പറഞ്ഞു, ആമേൻ ഇന്ന് വൈകുന്നേരത്തോടെ നിങ്ങളുടെ വീട്ടിൽ ആമേൻ ഒരാൾ വരും. ആമേൻ അതെ വെരിഫിക്കേഷന് വേണ്ടി. ഹല്ലേലൂയ. നോക്കണേ, ആമേൻ എത്രയോ മൈലുകൾക്കപ്പുറത്ത്, എത്രയോ ജില്ലകൾക്കപ്പുറത്ത്, എൻ്റെ കണ്ണെത്താ ദൂരത്ത് ആയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് എനിക്ക് ചില മാസങ്ങൾക്ക് മുമ്പ് ആമേൻ ഒരു മെസ്സേജ് വന്നിരുന്നു. നിങ്ങൾ ആമേൻ ഈ ഭൂമിയിൽ എവിടെയായിരുന്നാലും നിങ്ങളുടെ വീട് വിസിറ്റ് ചെയ്യുവാൻ, സന്ദർശിക്കുവാൻ ഞങ്ങൾ ആളുകളെ അയക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെടണമെങ്കിൽ ആമേൻ എൻ്റെ വീട് വിസിറ്റ് ചെയ്യേണ്ടവരെ ഞാൻ അനുവദിച്ചേ പറ്റൂ. ഹല്ലേലൂയ. അങ്ങനെ ആമേൻ എൻ്റെ ഐഡന്റിറ്റി വെരിഫൈ ചെയ്യേണ്ടത് അർജന്റ് ആണെന്ന് വീണ്ടും വീണ്ടും മെസ്സേജ് വന്നു. ആമേൻ ഞാൻ അതിന് കൊടുക്കേണ്ട സീരിയസ് കൊടുത്തു. ഇന്ന് പകൽ ആമേൻ ഞാൻ അതിനു വേണ്ടി ഒരുക്കപ്പെട്ടപ്പോൾ എൻ്റെ വീട്ടിലേക്ക് ആമേൻ അതെ എത്ര മൈലുകൾക്കപ്പുറത്ത് ആയിരുന്നാലും അവരയച്ച വ്യക്തികൾ വന്നു. ഹല്ലേലൂയ. അങ്ങനെ എൻ്റെ കയ്യിൽ ആമേൻ ഒരു മെസ്സേജ്, ഒരു ലെറ്റർ ആമേൻ എൻ്റെ കയ്യിൽ തന്നു. ഞാനത് പൊട്ടിച്ചു വായിച്ചപ്പോഴാണ് ആമേൻ അതെ എന്റേതായ ജീവിതത്തിൽ ഞാൻ ശരിയാക്കേണ്ട മേഖലകൾ എവിടെയാണ്. ഹല്ലേലൂയ. അത് എവിടെ മേഖല ശരിയാക്കിയാലാണ് ഞാൻ ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നത്തിനകത്ത് എങ്ങനെ പരിഹരിക്കപ്പെടാമെന്നുള്ള കാര്യം മനസ്സിലായത്. ആമേൻ ഞാൻ എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്നെ കൊണ്ട് അത് പരിഹരിക്കാൻ പറ്റത്തില്ലായിരുന്നു. എന്നാൽ അത് പരിഹരിക്കത്തക്ക വിധത്തിൽ ദയവായി കോൺഫറൻസ് കോളിലുള്ളവരെ ശ്രദ്ധിക്കുക, മൊബൈൽ ഫോൺ കളിക്കാതിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. കോൺഫറൻസ് കോളിൽ പങ്കെടുക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് മൊബൈലിൽ നിന്ന് വരുന്ന ഡിസ്റ്റർബൻസ് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകും. പ്രൈസ് ഗോഡ്. അങ്ങനെ എനിക്ക് ലഭിച്ച ആമേൻ ഇൻഫർമേഷൻ അനുസരിച്ച് ആമേൻ ഞാൻ കാര്യങ്ങൾ ചെയ്തപ്പോൾ ആമേൻ അതെ വളരെ വേഗത്തിൽ ഞാൻ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി എന്തിനാണ് ഞാൻ പ്രാരംഭത്തിൽ ഈ കാര്യം ഓർപ്പിച്ചതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ബുദ്ധി കൊണ്ട് ആമേൻ നമ്മൾ മനസ്സിലാക്കി ചെയ്യത്തക്ക വിധത്തിൽ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന കാര്യങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുവാനും അത് ക്രമീകരിക്കുവാൻ നാം സ്വയം
സമർപ്പിക്കപ്പെടുകയും ആമേൻ നാം അതിനുവേണ്ടി തയ്യാറാകുകയും ചെയ്തെങ്കിൽ മാത്രമേ ആമേൻ വ്യക്തിപരമായി നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയുള്ളൂ. കേവലം ഈ ഭൂമിയിൽ ഞാനായിരിക്കുമ്പോൾ ഞാൻ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കാമെന്ന് ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നാൽ നടക്കത്തില്ല. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. അതുകൊണ്ട് ഇന്ന് രാത്രി തിരുവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ അഭിമുഖീകരിക്കുന്ന സകല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകി തരുവാൻ ശക്തനായ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ ഈ ഭൂമിയിൽ കൃപ ലഭിച്ച ദൈവമക്കൾ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാട്ടെ. ഞാൻ ചെയ്യുന്നതിലും അധികം എന്നിൽ വിശ്വസിക്കുന്നവൻ ചെയ്യുമെന്ന് പറഞ്ഞ അരുമനാഥന്റെ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗവാക്കാകുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, കർത്താവ് തൻ ഗംഭീരനാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുമ്പോൾ സഭ ഇവിടുന്ന് എടുക്കപ്പെടുന്ന കൂട്ടത്തിൽ ഞാനും നിങ്ങളും എടുക്കപ്പെടേണ്ടതിന് വളരെ വേഗത്തിൽ ആമേൻ, വളരെ വേഗത്തിൽ ആമേൻ, അർജന്റ് ഫോർ വെരിഫിക്കേഷൻ. ഇന്ന് രാത്രി ആമേൻ, ഇനി അല്പം പോലും മാറ്റിവെക്കാതെ എവിടെ ക്ലിയർ ചെയ്യാനുണ്ടോ അത് ക്ലിയർ ചെയ്യുവാൻ തയ്യാറായാൽ ആമേൻ, കൊട്ടാരത്തിൽ നിന്ന് മരിച്ചു പോകുമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയ പ്രവാചകൻ ആമേൻ മുറ്റത്ത് നിന്ന് പോകുന്നതിന് മുമ്പ് തിരിച്ചു കയറ്റി ആയുസിനെ 15 സംവത്സരം കൂടെ ദീർഘമാക്കി തന്നു എന്ന് പറയിപ്പിച്ച ആമേൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രിയിലും ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ, ആകുലതയോടെ ആയിരിക്കുന്ന ദൈവജനത്തിനു വേണ്ടി അത് വെളിപ്പെടുത്തുവാൻ ദൈവം ശക്തനാണ്. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി അനുഗ്രഹീതമായ ഒരു സാക്ഷ്യത്തിന് ശേഷമാണ് ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി സമയം വേർതിരിക്കുന്നത്. ഈ കോൺഫറൻസ് കോളിൽ പങ്കെടുക്കുന്നവരോട് ദയവായി ഞാൻ ഓർപ്പിക്കുന്നു, നിങ്ങളുടെ മൊബൈലിൽ നിന്നും വരുന്ന അപശബ്ദങ്ങൾ മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആകാതിരിക്കാൻ ആമേൻ അതെ സാക്ഷ്യം പറയുന്നവരും ആമേൻ അതെ മൈക്ക് ഓണാക്കി ബാക്കിയുള്ളവർ മ്യൂട്ട് ചെയ്ത് വെച്ചാൽ വളരെ നന്നായിരിക്കും. ആമേൻ. ഇന്ന് രാത്രിയിലെ സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ ഫേസ്ബുക്ക് പേജിലൂടെ ദൈവവചനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. വായ വളരെ ശക്തമാണ്. എന്താണ് വായ? നമ്മുടെ വായ് വളരെ ശക്തമാണ്. ഒന്നും കൂടെ പറഞ്ഞാൽ നമ്മുടെ വാക്കുകൾ വളരെ ശക്തിയുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതുകൊണ്ട് നാം വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് രാത്രി അനുഗ്രഹീതമായ ഒരു സാക്ഷ്യം പ്രസ്താവിപ്പാൻ കല സുനിലിനെ ആമേൻ ദൈവനാമത്തിൽ ക്ഷണിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ. നമ്മുടെ കർത്താവായ ദൈവത്തിൽ നിന്നും യേശു ക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും എല്ലാവർക്കും ലഭിക്കട്ടെ. ഞാൻ സ്നേഹതീരം പ്രയർ ഗ്രൂപ്പിലെ ഒരു മെമ്പറാണ്. അതില് എന്റെ അനിയത്തിക്ക് വേണ്ടിയാണ് ഞാൻ എന്തിപ്പോ സാക്ഷ്യം പറയുന്നത്. പുള്ളിക്കാരി കോസ്മോയില് ICUയിൽ സീരിയസ് ആയിട്ട് കിടക്കുമായിരുന്നു. അപ്പം അതിൽ നിന്നൊക്കെ വിടുവിച്ച് വീണ്ടും മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയപ്പോഴാണ് പെട്ടെന്ന് അതിൽ നിന്ന് എൻഡോസ്കോപ്പി ചെയ്തപ്പോഴറിയാൻ കഴിഞ്ഞ ബ്ലാക്ക് ഫംഗസ് ആണെന്ന് പറഞ്ഞു. 1 അല്ല 2 അല്ല 3 എൻഡോസ്കോപ്പിയിലും അത് തന്നെ തെളിഞ്ഞു വന്നു. ഡോക്ടേഴ്സ് ഒക്കെ പറഞ്ഞ ഉടനെ അർജന്റ് സർജറി വേണം, ഇതൊരു സീരിയസ് സ്റ്റേജ് എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ ദൈവദാസനെ വിളിച്ച് പ്രാർത്ഥിച്ച് ദൈവദാസൻ പറഞ്ഞു ഒരിക്കലും അങ്ങനെ നടക്കില്ല, നമുക്ക് ദൈവത്തെ സ്തുതിച്ചാൽ മാത്രം മതി, ദൈവം വിടുതൽ തന്നു കഴിഞ്ഞു. ഞാനും അത് ഏറ്റെടുത്ത് വിശ്വസിച്ചു, എന്റെ കുടുംബത്തിൽ എല്ലാവരും അത് വിശ്വസിച്ചു. പക്ഷെ ഇന്ന് രാവിലെ മെഡിക്കൽ കോളേജിൽ വീണ്ടും ഒരു സ്കാൻ, 4ാമത്തെ സ്കാൻ റിപ്പോർട്ട് വന്നപ്പോഴേക്കും അത് നെഗറ്റീവാണ്. ഇപ്പൊ ബ്ലാക്ക് ഫംഗസ് ഇല്ല എന്ന് തന്നെയാണ് അറിഞ്ഞിരിക്കുന്നത്. ചെറിയൊരു എന്തോ ഇൻഫെക്ഷൻ ഉണ്ട്, അതൊരു കുഞ്ഞു സർജറി കൊണ്ട് മാറും. ബ്ലാക്ക് ഫംഗസ് ഇല്ലെന്ന് പറഞ്ഞ ഒന്ന് പുതിയ മെഡിക്കൽ റിപ്പോർട്ട് കിട്ടി. എല്ലാവർക്കും ഒരു അത്ഭുതമായിരിക്കുകയാണ്. ഡോക്ടേഴ്സിനൊക്കെ വീണ്ടും അവർ എൻഡോസ്കോപ്പി ചെയ്യണം എന്നാണ് പറയുന്നത്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇതൊരു അത്ഭുത സാക്ഷ്യമായിട്ട് ഞാൻ കരുതുന്നു. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. പ്രാർത്ഥിച്ചാൽ ആമേൻ ഉത്തരമരുളുന്ന ഒരു ദൈവം ആമേൻ ഇന്നും ജീവിക്കുന്നു. ഹിസ്കിയാ രാജാവിന്റെ കാലഘട്ടത്തിൽ മാത്രമല്ല, ആമേൻ, ആമോസിന്റെ മകനായ ആമേൻ അത് യെശയ്യാ പ്രവാചകനിലൂടെ ദൈവശബ്ദം കേട്ട ആമേൻ അതെ ഹിസ്കിയാവ് തന്റെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കാൻ തയ്യാറായപ്പോൾ ആയുസിന്റെ മധ്യത്തിൽ തീർന്നു പോകുമെന്ന് ഭീതിപ്പെട്ടിരുന്നെടുത്ത് ആയുസിനെ വർദ്ധിപ്പിച്ച സ്വർഗത്തിലെ ദൈവം ഇന്നും നിലവിളിക്കുന്ന തന്റെ മക്കളുടെ നിലവിളിയുടെ മധ്യ ഇറങ്ങി വന്ന് ആയുസിനെ ദീർഘമാക്കുന്ന ദൈവമാണെന്ന് ഇന്ന് രാത്രിയിലും
അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേൾപ്പിച്ച സർവകൃപാലുവായ ദൈവത്തിന് കരമടിച്ച മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. അതേ, വായ വളരെ ശക്തമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ന് രാത്രിയിലെ വചന ചിന്തയ്ക്ക് ആധാരമായി സങ്കീർത്തനങ്ങളുടെ പുസ്തകം 19:14 ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ആമേൻ അതേ ചിന്തിപ്പാനും ധ്യാനിപ്പാനുമായിട്ട് അത് നൽകിയിരിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടെ ആമേൻ നമുക്കായിരിക്കാം. ആരെങ്കിലും ഒരാളെ ശബ്ദമുയർത്തി ആമേൻ ആ വേദഭാഗം വായിച്ചാലും. എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും ഓ നിനക്ക് പ്രസാദമായിരിക്കട്ടെ. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ആമേൻ. എന്റെ പാറ, ആമേൻ, യുഗങ്ങളുടെ പാറയാകുന്ന ക്രിസ്തു. ഹല്ലേലൂയ. ആമേൻ. അതെ, ആ പാറയിൽ നിന്നാണ് ആമേൻ ഇസ്രായേലിന് ദാഹജലം കൊടുത്തത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സത്യ വേദപുസ്തകം 66 പുസ്തകങ്ങൾ അടങ്ങിയ സത്യ വേദപുസ്തകത്തിനകത്ത് നിന്ന് വായിച്ച ഉദ്ധരണിയാണ് ഇന്ന് രാത്രി അതെ ശുശ്രൂഷിപ്പാനായി എടുത്തിരിക്കുന്നത്. ആമേൻ. വേദപുസ്തകം എന്താണെന്നോ, ആമേൻ, സത്യ വേദപുസ്തകം ആമേൻ കണ്ടിട്ടില്ലാത്തവർക്കോ ഇത് ആമേൻ ഉൾക്കൊള്ളുവാൻ ഇച്ചിരി പ്രയാസമായിരിക്കും. എന്നാൽ സത്യ വേദപുസ്തകം വിശ്വസിക്കുന്ന വായിക്കുന്ന ദൈവമക്കൾക്ക് ഇതൊരു അനുഗ്രഹമാണ്. ഹല്ലേലൂയ. എന്നാൽ ആദ്യമായിട്ടാണ് ഇന്ന് രാത്രി ഇങ്ങനെ ഒരു വേദപുസ്തകത്തെ കുറിച്ച്, ഇങ്ങനെ ഒരു പുസ്തകത്തെ കുറിച്ച്, അതിനകത്തുള്ള വചനത്തെ കുറിച്ച് കേൾക്കുന്നതെങ്കിൽ നിശ്ചയമായും ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനങ്ങൾ അടങ്ങിയ ഒരു സത്യ വേദപുസ്തകം വാങ്ങി വായിക്കൂ. നിന്റെ ചോദ്യങ്ങൾക്ക്, അത് നിന്റെ പ്രശ്നങ്ങൾക്ക് മറുപടി ലഭിക്കാതിരിക്കുകയില്ല. ആമേൻ. എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, ആമേൻ. വീണു പോയെടുത്ത് നിന്ന്, തകർന്നു പോയെടുത്ത് നിന്ന്, നശിച്ചു എന്ന് പറയുന്നിടത്ത് നിന്ന് കോരിയെടുക്കുന്ന, വീണ്ടെടുക്കുന്ന ഒരു ദൈവപുത്രനെ കുറിച്ച് വെളിപ്പെടുത്തുന്ന ഏക സത്യ ഗ്രന്ഥമാണ് സത്യവേദ പുസ്തകം. ആമേൻ. അതിനകത്ത് വെളിപ്പെടുത്തുന്ന യഹോവേ, എന്റെ വായിലെ വാക്കുകളും ആമേൻ എന്റെ ഹൃദയത്തിലെ ധ്യാനവും ആമേൻ നിനക്ക് പ്രസാദമാകുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ ആമേൻ ഈ സന്ദേശം ശ്രവിക്കുന്ന വാത്സല്യ ശ്രോതാവേ, നിന്റെ വായിലെ വാക്കുകൾ ആമേൻ ഹൃദയത്തിലെ ധ്യാനം ഹല്ലേലൂയ നാട്ടുകാർക്കോ വീട്ടുകാർക്കോ കൂട്ടുകാർക്കോ ജീവിത പങ്കാളിക്കോ പ്രസാദകരമായി തീരുന്നതിനേക്കാൾ ഉപരി നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുന്നമേ നിന്നെ അറിയുന്ന ദൈവത്തെ അറിഞ്ഞ് അവന് പ്രസാദകരമായതായി തീർന്നാൽ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ നിന്റെ ഈ ഭൂമിയിലെ ജീവിതം ധന്യമായി തീരും. ആമേൻ. എന്റെ ബലം ആമേൻ വീണ്ടെടുപ്പുകാരനുമായ കർത്താവേ ഹല്ലേലൂയ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിന്റെ ധ്യാനവും നിന്റെ സന്നിധിയിൽ സ്വീകാര്യമാകട്ടെ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അതുകൊണ്ട് വാക്കുകൾ വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ആമേൻ. വാക്കുകൾക്ക് വളരെ ശക്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 39 1, 2, 3 വേദഭാഗങ്ങളിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയുന്നു. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ എൻ്റെ വായ് കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേര് പറയും ഹല്ലേലൂയ? ഈ പാപം ചെയ്താൽ ദൈവ സാന്നിധ്യം നഷ്ടപ്പെടും, ദൈവ തേജസ് നഷ്ടപ്പെടും. ആമേൻ. ദൈവത്തിൽ നിന്ന് അകന്നു പോകും. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ഈ ഭൂമിയിലായിരിക്കുന്ന കാണപ്പെടുന്ന ദൈവങ്ങളാ അപ്പൻ, അമ്മ. ഹല്ലേലൂയ. അപ്പന്റെ മുമ്പിൽ പാപം ചെയ്താൽ, അമ്മയുടെ മുമ്പിൽ പാപം ചെയ്താൽ എന്താ പാപം? ചെയ്യേണ്ട കാര്യം ചെയ്യാതിരിക്കുന്നതും, ആമേൻ, ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്യുന്നതും പാപമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോ ജനിപ്പിക്കാൻ കാരണമായ അപ്പന്റെയും അമ്മയുടെയും മുമ്പിൽ പാപം ചെയ്താൽ അവർക്ക് അവിടെ നിലനിൽക്കുവാൻ പ്രയാസമാണ്. പ്രൈസ് ദി ലോർഡ്. ആദിമ പിതാവായ ആദാമും അതെ മാതാവായ ഹവ്വയും ഈ ഭൂമിയിലായിരുന്നപ്പോൾ സർവശക്തനായ ദൈവം അവരെ ഒന്നിപ്പിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ആക്കി വെച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ രാജാക്കന്മാരെ പോലെ ഈ ഭൂമിയിൽ പെറ്റു പരികി വാഴണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വാഴാൻ ആക്കി വെച്ച മനുഷ്യനെ വീഴ്ത്തിക്കളഞ്ഞ ദുഷ്ട പിശാച് ഇന്നും അനേകരെ വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നീ വീണു പോകാതിരിക്കണമെങ്കിൽ, നീ തകർന്നു പോകാതിരിക്കണമെങ്കിൽ ആമേൻ നീ ആമേൻ നാവ് കൊണ്ട് എന്ത് ചെയ്യരുത്? പാപം ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ
ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ ഹല്ലേലൂയ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ, ആരാ ദുഷ്ടൻ? ഹല്ലേലൂയ, നിന്നെ തകർക്കുന്ന, നിന്നെ നാശത്തിലേക്ക് തള്ളിയിടുന്ന, നിന്നെ സകല ക്രമക്കേടിലേക്കും വലിച്ചിഴയ്ക്കുന്നവനാ ദുഷ്ടൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പണ്ടൊക്കെ ദുഷ്ടനെ കാണണമെങ്കിൽ എവിടെയെങ്കിലൊക്കെ പോകണമായിരുന്നു. ഇന്ന് എവിടെയും പോകണ്ട, വീട്ടിനകത്തിരുന്നാ മതി. ആ കയ്യിലിരിക്കുന്ന മൊബൈൽ ഒന്ന് ഓപ്പൺ ചെയ്താൽ മതി. ആമേൻ. ദുഷ്ടനെ കാണാം, പാപിയെ കാണാം, പരിഹാസിയെ കാണാം. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ, ദുഷ്ടൻ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ വായി കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. ഇന്ന് രാത്രി എത്ര പേര് പറയും ഹല്ലേലൂയ, ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു? എത്ര പേര് മിണ്ടാതിരിക്കും? 1 പറയുമ്പോൾ 4 പറയുന്ന, ആമേൻ, 2 പറയുമ്പോൾ 16 പറയുന്ന സ്വഭാവമാണെങ്കിൽ നിന്റെ കുടുംബം നരക തുല്യമാകും, നിന്റെ ജീവിതം നരകമാകും. ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു, നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു. എൻ്റെ സങ്കടം പൊങ്ങി വന്നു. ഇന്ന് ഈ സമയത്തും ചില സങ്കടങ്ങൾ ആമേൻ പൊങ്ങി വരുന്ന അതേ അനുഭവമാണോ നിന്റെ ജീവിതത്തിൽ? ഹല്ലേലൂയ. അതെ, നിന്റെ സങ്കടങ്ങളെ അറിഞ്ഞ്, നിന്റെ കഷ്ടത കണ്ട്, നിന്റെ നിലവിളി കേട്ട് നീ ആയിരിക്കടുത്തേക്ക് ഇറങ്ങി വരുന്ന ആമേൻ ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ഇന്ന് രാത്രി അത് അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിനെ മഹത്വം കൊടുക്കും. നീ ഒച്ചയും വെച്ച് ബഹളവും വെച്ച് അതും പറഞ്ഞ് ഇതും പറഞ്ഞ് നിന്റെ വീട്ടിനകത്ത് ആമേൻ ക്രമക്കേടുണ്ടാക്കിയാൽ അവിടെ ഇറങ്ങി വരുന്നത് ദൈവ സാന്നിധ്യമായിരിക്കത്തില്ല. അവിടെ ഇറങ്ങുന്നത് അശുദ്ധാത്മാവിന്റെ സാന്നിധ്യമായിരിക്കും. അവിടെ കരച്ചിലുണ്ടാകും, അവിടെ കണ്ണുനീരുണ്ടാകും, അവിടെ വിലാപമുണ്ടാകും, അവിടെ തകർച്ചയുണ്ടാകും, അവിടെ മറ്റു പല ക്രമക്കേടുകളും ഉണ്ടാകും. പ്രൈസ് ഗോഡ്. എന്നാൽ നിന്റെ വീട്ടിനകത്ത് ഹല്ലേലൂയ ആമേൻ അതേ ആത്മ സാന്നിധ്യം ഇറങ്ങണമെങ്കിൽ ആമേൻ അതേ സ്തോത്രമെന്ന അതര ഫലമെന്ന് അതേ യാഗം അർപ്പിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. എൻ്റെ ഉള്ളം ഹൃദയത്തിന് ചൂട് പിടിച്ചു. അതെ, എൻ്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു. എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി. അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദൈവമക്കളെ, ആമേൻ, മനുഷ്യർ പറയുന്ന ഏത് നിസാരവാക്കിനും ആമേൻ ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായി ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വാക്കുകൾ വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ യാക്കോബ് അപ്പോസ്തലൻ സഭയ്ക്കകത്ത് നടക്കുന്ന ക്രമക്കേടിനെ ആമേൻ ആത്മാവിൽ നിയോഗം പ്രാപിച്ച് അത് ക്രമീകരിപ്പാനായി എഴുതിയത് ഇങ്ങനെയാണ്: ദൈവത്തിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും ദാസനായ യാക്കോബ് എഴുതുന്നത്, ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കും വന്ദനം. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് എണ്ണുവിൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഹല്ലേലൂയ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന ഹല്ലേലൂയ സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് ആമേൻ അത് അശേഷം സന്തോഷമെന്ന് എന്ത് ചെയ്യണം? എണ്ണണം. കാരണം ഹൃദയം തിരുവചനത്തിന്റെ ആമേൻ എഴുത്തുക ആന്തരിക ചിന്തകളുടെയും ഹല്ലേലൂയ ആശയങ്ങളുടെയും ആമേൻ പ്രാധാന്യം അറിഞ്ഞിരുന്നുവെങ്കിൽ ഹല്ലേലൂയ അതേ സകല ജാഗ്രതയോടുകൂടെ നിന്റെ ഹൃദയത്തെ അതേ കാത്തുകൊള്ളുവാനും ആമേൻ ജീവന്റെ ഉത്ഭവം അതിൽ നിന്നാകുന്നത് കൊണ്ട് നീ മൗനമായിരിക്കുവാനും തക്കവണ്ണം ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് ആമേൻ ധ്യാനത്തെ കുറിച്ച് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. യഹൂദ രാജാവായ അമ്നോന്റെ മകനായ യോശിയാവിന്റെ കാലത്ത് അവന്റെ വാഴ്ചയുടെ 13-ാം ആണ്ടിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായി. ഹല്ലേലൂയ. ആമേൻ. എന്റെ ധ്യാനം അവന് പ്രസാദമായിരിക്കട്ടെ, ഞാൻ യഹോവയിൽ എന്ത് ചെയ്യും? സന്തോഷിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെയും നിങ്ങളുടെയും ചിന്തകൾ അതിലാണ്ടത്തെ സൃഷ്ടിച്ച സിട്ടാവാം ദൈവത്തിന് പ്രസാദകരമായി തീർന്നാൽ അത് നമുക്ക് സന്തോഷിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. കാരണം വചനം പറയുന്നു, നിന്റെ സാക്ഷ്യങ്ങൾ എന്റെ ധ്യാനമായിരിക്കൊണ്ട് ആമേൻ എന്റെ സകല ഗുരുക്കന്മാരിലും ഞാൻ
ബുദ്ധിമാനാകുന്നു. എന്നെയും നിങ്ങളെയും ബുദ്ധിമാനാക്കുന്ന ഹല്ലേലൂയ അതേ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് എന്നെയും നിങ്ങളെയും ആമേൻ ജ്ഞാനിയാക്കി മാറ്റുന്ന സർവശക്തനായ ദൈവത്തോട് കൂടെ ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി അതേ സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് ആമേൻ ഉയർന്നു വരത്തക്ക വിധത്തിൽ ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനങ്ങളെ ഇന്ന് രാത്രിയിലും കേൾപ്പിച്ച് സകല ക്രമക്കേടിനകത്ത് നിന്നും ആമേൻ തന്റെ മക്കളെ അതേ നേരായ പാതയിലേക്ക് നയിക്കുന്ന അത്യുന്നതനായ ദൈവത്തിന്റെ വചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തി ഇന്ന് രാത്രിയിലും ചില കുടുംബങ്ങള്, ചില വ്യക്തികള്, ചില തലമുറകള് നേരായ പാതയിലേക്ക് അതേ നയിപ്പാൻ തക്കവണ്ണം ശക്തിയുള്ള ഉൾനട്ട വചനത്തിന്റെ ശക്തി വിശ്വസിക്കുന്നവരുടെ മേൽ ഇന്ന് രാത്രിയിലും അതേ വെളിപ്പെടുത്തി ആമേൻ ദൈവപ്രവൃത്തിയെ വെളിപ്പെടുത്തുവാൻ ദൈവശക്തനാണ്. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. തിരുവചനം ധ്യാനിക്കേണ്ടതിന് എന്റെ കണ്ണ് യാമങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. തിരുവചനത്തെ ധ്യാനിക്കേണ്ടതിന് എന്റെ കണ്ണ് യാമങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് ആമേൻ നിന്റെ വായിൽ നിന്ന് എന്ത് ചെയ്യരുത്, നീങ്ങിപ്പോകരുത്. ആമേൻ. അതിൽ എഴുതിയിരിക്കുന്നത് പോലൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായിരിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, പലരും പറയുന്നു ഞാൻ എന്ത് ചെയ്തിട്ടും എന്ത് പ്രവർത്തിച്ചിട്ടും ഒരു രക്ഷയില്ല. ഹല്ലേലൂയ. ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി, ഒരുപാട് പേരെ കണ്ടു നോക്കി, ഒരുപാട് സ്ഥലത്ത് പോയി നോക്കി, എന്നിട്ടൊന്നും എനിക്ക് യാതൊരു സ്വസ്ഥതയില്ല, സമാധാനമില്ല. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അതെ, നിന്റെ അപവൃത്തി എല്ലാവർക്കും പ്രസിദ്ധമായി തീരേണ്ടതിന് ഇത് കരുതുക. ആമേൻ. ഇതിൽ തന്നെ ഇരുന്നു കൊള്ളുക. ദൈവമക്കളെ, വേറൊരു വഴിയുമില്ല. പ്രൈസ് ദി ലോർഡ്. വേറെ ഒരു മാർഗവുമില്ല. പ്രൈസ് ദി ലോർഡ്. 1 തിമോഥെയോസിന് എഴുതിയ ലേഖനം 4-ാം അധ്യായം. ആമേൻ. തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 15-ാം വാക്യത്തിൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ശ്ലീഹ പറയുകയാണ്, നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമായി തീരേണ്ടതിന് ഇത് കരുതുക, ഇതിൽ തന്നെ ഇരുന്നു കൊള്ളുക. പ്രൈസ് ദി ലോർഡ്. കാരണം വീണ്ടെടുപ്പുകാരനായ ദൈവം, തങ്ങളുടെ പാറയെന്നും അത്യുന്നതനായ ദൈവം തങ്ങളുടെ വീണ്ടെടുപ്പുകാരനെന്നും അവർ ഓർക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മ നിശ്വാസത്താൽ തിരുവചനങ്ങൾ എഴുതിയ ആമേൻ അതെ ആ വാക്കുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട് എന്ന് ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആമേൻ. ഒരു വ്യക്തിയെ കുടുക്കുന്നതോ കുഴപ്പത്തിലാക്കുന്നതോ ആയ വാക്കുകൾ സംസാരിക്കുന്നത് വരെ ചിലർക്ക് ആമേൻ അതെ വായുടെ ശക്തിയെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, തിരിച്ചറിയാൻ പറ്റുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവനോട് ദുഷ്ടദാസനെ, നിന്റെ വായിൽ നിന്നു തന്നെ ഞാൻ നിന്നെ ന്യായം വിധിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഞാൻ വെക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യനെന്ന് നീ അറിഞ്ഞുവല്ലോ. ആമേൻ. ഞാൻ വന്ന് എന്റെ ദ്രവ്യം പലിശയോടുകൂടി വാങ്ങിക്കൊള്ളേണ്ടതിന് അത് ആമേൻ അതെ നാണ്യപീഠത്തിൽ ഏൽപ്പിക്കാഞ്ഞത് എന്ത്? ആമേൻ. പിന്നെ അവൻ അരികെ നിൽക്കുന്നവനോട് ആ റാത്തൽ അവന്റെ പക്കൽ നിന്ന് എടുത്ത് 10 റാത്തൽ ഉള്ളവന് കൊടുപ്പിനെന്ന് പറഞ്ഞു. കർത്താവേ, അവന് 10 റാത്തൽ ഉണ്ടല്ലോ എന്ന് അവൻ പറഞ്ഞു. ആമേൻ. ഉള്ളവന് ഏവനും കൊടുക്കും, ഇല്ലാത്തവനോട് ഉള്ളതും കൂടെ എടുത്തു കളയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നോക്കണമേ, ദുഷ്ടനും മടിയനും ആമേൻ ദുഷ്ടനുമാണെന്ന് ഹല്ലേലൂയ അവിടെ ആമേൻ ആ വ്യക്തിയെ കുറിച്ച് വെളിപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നോക്കണമേ, യജമാനൻ അതിന് ഉത്തരം പറഞ്ഞത്, ദുഷ്ടനും മടിയനുമായ ദാസനെ ഞാൻ വിതയ്ക്കാത്തടുത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തടുത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്നവൻ എന്ന് നീ അറിഞ്ഞുവല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കണമേ, ഈ ഭൂമിയിൽ ആമേൻ നേരോടെ ജീവിക്കുവാൻ ആക്കി വെച്ച മനുഷ്യൻ അവന് നൽകിയിരിക്കുന്ന ആ നന്മകളെ കുറിച്ച് അവൻ മതിപ്പില്ലാതെ, അവന്റെ ജീവിതത്തെ കുറിച്ച് അവന് മതിപ്പില്ലാതെ അവൻ മടിയനായി അലസനായി ഒതുങ്ങിപ്പോകുക മാത്രമല്ല, അവന്റെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുവാൻ തയ്യാറായതുകൊണ്ട് അവനോട് പറഞ്ഞത് ആമേൻ ഹല്ലേലൂയ, ദുഷ്ടനും മുടിയനും
മടിയനുമായ ദാസനെ. ഹല്ലേലൂയ. നോക്കണമേ, ആമേൻ. അങ്ങനെയുള്ളവർക്ക് ആമേൻ ദൈവം ഹല്ലേലൂയ നന്മ അതെ നൽകുമെന്ന് പറയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അതിന് യജമാനൻ ഉത്തരം പറഞ്ഞത്, ദുഷ്ടനും മടിയനുമായ ദാസനെ ഞാൻ വിതയ്ക്കാത്തടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്നവനെന്ന് നീ അറിഞ്ഞുവല്ലോ. പ്രൈസ് ദി ലോർഡ്. ഇവിടെയും ഹല്ലേലൂയ ഈ ദാസൻ മടിയനായതുകൊണ്ട് യജമാനന്റെ കൽപ്പന എന്ത് ചെയ്യാണ്? മനഃപൂർവ്വം നിരസിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായ കൊണ്ട് എന്ത് ചെയ്യണം? ഉണർന്നിരിക്കണം. എന്തുകൊണ്ടാ? കർത്താവ് വരാൻ സമയമായിക്കൊണ്ടിരിക്കുകയാ. എന്നെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ വ്യാപൃതരായി ആമേൻ കർത്താവ് വരുമ്പോൾ ആ കർത്താവിന്റെ കൂടെ പോകുവാനും ആ പ്രതിഫലം വീതിക്കുന്ന നാളിൽ അവനിൽ നിന്ന് അത് പ്രതിഫലം വാങ്ങിക്കുവാനും ഇടയാകാതിരിക്കത്തക്ക വിധത്തിൽ സകല ക്രമക്കേടുകളിലേക്കും വലിച്ചിഴയ്ക്കുന്ന പൈശാചിക പ്രവർത്തിക്കകത്ത് നിന്ന് ആമേൻ മാനവരാശിയെ വീണ്ടെടുക്കുവാൻ യുഗത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രനായ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടും അറിയാത്തവരെ പോലെ ക്രമക്കേടിലേക്ക് ജീവിക്കുന്നവരോട് ആമേൻ പറയുകയാണ്, നാളും നാഴികയും നിങ്ങൾ അറിയായതുകൊണ്ട് ഉണർന്നിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ പ്രവർത്തിക്കുവാൻ താല്പര്യമുണ്ട്, പക്ഷേ തനിക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവനാകാം. ദൈവം എല്ലാ ദൈവമക്കളെയും തന്നെ സേവിക്കുവാൻ വേണ്ടി വിളിച്ചതാണ്. ഹല്ലേലൂയ. എന്നാൽ വിളിക്കപ്പെട്ട അനേകരും തനിക്ക് വേണ്ടി മാത്രം എല്ലാം പ്രവർത്തിക്കുന്നവരാണ്. ഹല്ലേലൂയ. അത് യേശുക്രിസ്തുവിന് വേണ്ടി ഒന്നും ചെയ്യുവാൻ ആരും തയ്യാറാകുന്നില്ല. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 21-ാം വാക്യത്തിൽ യേശുക്രിസ്തുവിന്റെ കാര്യമല്ല സ്വന്തം കാര്യമത്രേ എല്ലാവരും നോക്കുന്നു. ഹല്ലേലൂയ. ഫിലിപ്പിയ കാരാഗ്രഹത്തിൽ കടന്നുകൊണ്ട് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ സഭയിലായിരിക്കുന്നവർക്ക് എഴുതി അയച്ച ലേഖനത്തിനകത്ത് ആത്മാവ് രേഖപ്പെടുത്തി ഇങ്ങനെ, യേശുക്രിസ്തുവിന്റെ കാര്യമല്ല സ്വന്തം കാര്യമത്രേ എല്ലാവരും നോക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. രക്ഷിക്കപ്പെട്ടതാ, സ്നാനപ്പെട്ടതാ, പ്രസംഗമുണ്ട്, ആമേൻ അതെ എല്ലാം ഉണ്ട്. ഇതെല്ലാം ആർക്ക് വേണ്ടിയിട്ടാ? സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി. ഹല്ലേലൂയ. എന്നാൽ കർത്താവിന്റെ കൽപ്പനകളോടുള്ള അലസമായ ആ നിസ്സംഗത ആമേൻ സ്വയം ഒരാളുടെ സ്വന്തം കാര്യങ്ങളിൽ മാത്രം ഏർപ്പെടുക, ആമേൻ ഇത് രണ്ടും അനുസരണക്കേടാണ്. ആമേൻ. അനുസരണക്കേട് ദുഷ്ടതയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായി ക്രമക്കേടിലൂടെ പോകുന്നവര് ഓർത്തോണം. ഹല്ലേലൂയ. ആമേൻ. അനുസരണക്കേട് ദുഷ്ടതയാണ്. 1 ശമൂവേലിന്റെ പുസ്തകം 15-ാം അധ്യായം 22-23 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇപ്രകാരമാ. ശമൂവേൽ പറഞ്ഞത്, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാളുകളുടെ മേധസ്സിനേക്കാളും നല്ലതാ. ഒത്തിരി പ്രസംഗിച്ച് ഒത്തിരി ഓളമുണ്ടാക്കി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, ഒത്തിരി അത്ഭുതം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കർത്താവ് വന്നപ്പോ കൂടെ അവിടേക്ക് ചെന്ന ഒരു കൂട്ടത്തെ ആമേൻ നോക്കിയിട്ട് പറയുക, ശപിക്കപ്പെട്ടവരെ. ആമേൻ. അവരെ തള്ളി ആ പിശാചിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആമേൻ ആ അഗ്നിക്കകത്തേക്ക് തള്ളിയിടുന്ന ആമേൻ കാര്യങ്ങളെ തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് മത്സരം ആഭിചാര ദോഷം പോലെയും, രക്ഷിക്കപ്പെട്ടതാ, സ്നാനപ്പെട്ടതാ, ആമേൻ അഭിഷേകമുണ്ട്, അന്യഭാഷയുണ്ട്, അന്യായ ഭാഷയുണ്ട്, ആമേൻ ആമേൻ മുമ്പിലിരിക്കുന്നവരെ ആമേൻ ഏത് നിലയിലും വിധിക്കും. ആമേൻ. ഇങ്ങനെ ആയിരിക്കുന്ന ആമേൻ മത്സരം. ആമേൻ. അതെ, എന്തൊക്കെ മത്സരമാ. ആമേൻ. വീട്ടിൽ ഭാര്യ ഭർത്താക്കന്മാർ, അപ്പൻ അമ്മ മക്കൾ, ആമേൻ സഭയില് നേതാക്കന്മാർ, എവിടെ നോക്കിയാലും മത്സരമാ. ഹല്ലേലൂയ. ആമേൻ. ലോകത്തിൽ നോക്കിക്കേ, ആമേൻ വോളിബോൾ മത്സരമുണ്ട്, ക്രിക്കറ്റ് മത്സരമുണ്ട്, പിന്നെ ഷട്ടിൽ മത്സരമുണ്ട്, പിന്നെ ആമേൻ ഒരുപാട് മത്സരമുണ്ട്. ആമേൻ. നമ്മുടെ കൂട്ടത്തിലാണെങ്കിലോ ഹല്ലേലൂയ പൊളിറ്റിക്കലി നോക്കിയാൽ രാഷ്ട്രീയമായ മത്സരങ്ങളുണ്ട്. ആമേൻ. നമ്മുടെ കൂട്ടത്തിലോ ഹല്ലേലൂയ വചനം പറയുന്നു മത്സരം ആഭിചാര ദോഷം പോലെയും. ഹല്ലേലൂയ. ആമേൻ. കുഞ്ഞുങ്ങളുടെ ഇടയിൽ, യൗവനക്കാരുടെ ഇടയിൽ, യുവജനങ്ങളുടെ ഇടയിൽ മത്സരത്തിന്റെ ഒരു ആമേൻ അതെ കേളി തന്നെ അല്ലേ. വാക്യ മത്സരം,
പ്രവചന മത്സരം, സംഗീത മത്സരം. എന്തിനാ മത്സരം? ആമേൻ. ആരാ മിടുക്കൻ, ആരാ കേമൻ, അതിന് പാരിതോഷികമായി. അത് ഇന്നിപ്പോ ഓൺലൈനിലാണെങ്കിൽ കിസ് മത്സരമുണ്ട്. ഏറ്റവും കൂടുതൽ കിസ്, അയ്യോ കിസ് കൊടുക്കരുത് കേട്ടോ. ആമേൻ. കിസ് മത്സരം, അതിനും കാശ്. ആമേൻ. എതിലെ പോയാലും കാശ്. കാശിനു വേണ്ടി വചനം പഠിക്കുന്നവരുണ്ട്, കാശിനു വേണ്ടി പാടുന്നവരുണ്ട്. പ്രസംഗ മത്സരം. ആമേൻ. അതേ സ്നേഹിത, സത്യവേദ പുസ്തകം പ്രസംഗിച്ച് മത്സരിച്ച് ഞാൻ ഹീറോയാണെന്ന് കാണിച്ച് കാശുണ്ടാക്കാനല്ല. ആമേൻ. പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കുന്ന, ആമേൻ, നിത്യ ജീവൻ ലോകത്തിന്റെ അറ്റത്തോളം പ്രസംഗിക്കുവാൻ ദൈവം ഏൽപ്പിച്ചത് വിശ്വസ്തന്മാരെയാ. അത് പ്രസംഗിക്കുന്നിടത്ത് മാനസാന്തരം ഉണ്ടാകണം. ഒരു പാപി അതേ പാപത്തെ ഉപേക്ഷിച്ച് എന്റെ ദൈവത്തോട് അടുക്കുവാനിടയാകണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 4 ഭിത്തിക്കകത്ത് കൂടിയിരിക്കുന്ന സഭയ്ക്കകത്ത് കയ്യടി ഉണ്ടാക്കി, എന്റെ കുഞ്ഞ് കണ്ടോ പ്രസംഗിക്കുന്നുണ്ട്, എന്റെ കുഞ്ഞ് കണ്ടോ പാടുന്നുണ്ട്, എന്റെ കുഞ്ഞ് കണ്ടോ ആടുന്നുണ്ട് എന്ന് പറഞ്ഞ് കയ്യടിച്ച് പ്രസംഗിച്ചവന് 5000 പാരിതോഷവും സർട്ടിഫിക്കറ്റും കൊടുക്കാനുള്ളതല്ല സത്യവേദ പുസ്തകം. ഇത് ആര് വായിച്ചാലും, അത് ആര് പ്രസംഗിച്ചാലും ഒരു പാപി അതേ മനസാന്തരപ്പെടണം. ഒരു വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കണം. കർത്താവ് തൻ ഗംഭീരനാദം മുഴക്കിക്കൊണ്ടുവരുമ്പോൾ മത്സരിച്ച് കാശുണ്ടാക്കിയവരെയും മത്സരിച്ച് കയ്യടി മേടിച്ചവരെയും ചേർക്കുവാനല്ല. ആമേൻ. ഇത് കേട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്ന ദൈവസഭയെ ചേർപ്പാനാ കർത്താവ് തൻ ഗംഭീരനാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുന്നത്. ഹല്ലേലൂയ. ഇവിടെ പാടി അതേ ട്രോഫി വാങ്ങിച്ചവരും ഇവിടെ പ്രസംഗിച്ച് കാശ് മേടിച്ചവരും, ആമേൻ, അമ്പെ പരാജയപ്പെട്ട് ഇന്ന് ആത്മീയ ഗോളത്തിൽ കാണാൻ പോലും ഇല്ലാതിരിക്കുമ്പോൾ നിത്യതയുടെ തുറമുഖത്ത് ദൈവവൈതല നീ എത്തണമെങ്കിൽ, ഇവിടെ കാശ് കിട്ടിയില്ലെങ്കിലോ, ഇവിടെ താളത്തിന് പാടിയില്ലെങ്കിലോ, ഇവിടെ ആമേൻ അതെ ആമേൻ കയ്യടി കിട്ടിയില്ലെങ്കിലോ, ആമേൻ നിന്റെ ജീവിതത്തിൽ ആമേൻ ഇതിന് സ്ഥാനം കൊടുത്ത് ആമേൻ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും നീ ഇത് ഉരവിട്ട് ആമേൻ നിന്റെ തലമുറയ്ക്ക് പറഞ്ഞു കൊടുത്ത് നീ ജീവിക്കാൻ തയ്യാറാണെങ്കിൽ നിത്യതയിൽ അതെ നിനക്ക് ആമേൻ അതെ ഭവനം ലഭിക്കാതിരിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് മത്സരം ആഭിചാര ദോഷം പോലെയും ശാഠ്യം മിഥ്യാ പൂജ പോലെയും. ഹല്ലേലൂയ. ഓ മത്സരമുണ്ടോ, ശാഠ്യമുണ്ടോ? ഇല്ല അച്ചാച്ചാ ഞാൻ വരത്തില്ല, എനിക്ക് ഇത് വാങ്ങിത്തരാതെ ഞാൻ വരത്തില്ലെന്ന്. ഹല്ലേലൂയ. ആമേൻ. അതെ എന്നോട് ഇങ്ങനെ കാണിച്ചാൽ ഞാൻ അങ്ങനെ കാണിക്കുമെന്ന് പറഞ്ഞ മത്സര സ്വഭാവം നിനക്കുണ്ടോ? ശാഠ്യ സ്വഭാവം നിനക്കുണ്ടോ? ചില കുഞ്ഞുങ്ങൾ അപ്പനോട് ശാഠ്യം പിടിക്കുന്നു. ആമേൻ. ചില ഭാര്യമാർ ഭർത്താക്കന്മാരോട് ശാഠ്യം പിടിക്കുന്നു. ആമേൻ. ചില ഭാര്യമാർ ഭർത്താക്കന്മാരോട് മത്സരിക്കുന്നു, ശാഠ്യം പിടിക്കുന്നു. ഹല്ലേലൂയ. അതെ ആമേൻ. ചില സഭയ്ക്കകത്ത് ഇല്ല ഞാൻ ഇവിടുന്ന് പോകത്തില്ല, ആമേൻ നിങ്ങൾ പോയില്ലെങ്കിൽ ഞങ്ങൾ ഈ വർഷം നിങ്ങൾ ഇവിടുന്ന് ഓടിക്കും. ഹല്ലേലൂയ. നോക്ക്, ശാഠ്യം, മത്സരം. ഹല്ലേലൂയ. ആമേൻ. മത്സരം ആഭിചാര ദോഷം പോലെയും ശാഠ്യം മിഥ്യാപൂജയും വിഗ്രഹാരാധന പോലെയുമാകുന്നു നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട്. അപ്പൊ ആരാ മത്സരിക്കുന്നത്? ആരാ ശാഠ്യം പിടിക്കുന്നത്? യഹോവയുടെ വചനത്തെ തള്ളിക്കളയുന്നവരാണ്. അവൻ നിന്നെയും രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ഒന്നാമത്തെ കുടുംബമായ ഏദനിൽ ആക്കി വെച്ച ആമേൻ ദൈവം തമ്പുരാൻ ഇറങ്ങി വന്നപ്പോൾ ദൈവം പറഞ്ഞ വാക്കിനെ തള്ളി സാത്താന്റെ വാക്കിന് പ്രാധാന്യം കൊടുത്ത് ആമേൻ വിശപ്പടക്കാൻ അതെ കണ്ട പഴം വാങ്ങി തിന്നവനെ ആമേൻ യാതൊരു ദാക്ഷിണ്യവും കൂടാതെ ആമേൻ കരിയുന്ന ആമേൻ അതെ തിരിയുന്ന കെരൂബുകളെ ആമേൻ ഇരുതലവായുള്ള അതെ വാളുമായി നിർത്തി ആമേൻ പുറത്താക്കി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കർത്താവ് താൻ ഗംഭീരനാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ നീ കയറി ചെന്നാലും അവിടെ വെച്ച് ന്യായം വിധിക്കുമ്പോൾ ആമേൻ ന്യായവിധിയുടെ മുമ്പാകെ നിനക്ക് നിൽപ്പാൻ കഴിഞ്ഞില്ലെങ്കിൽ ഹല്ലേലൂയ നിശ്ചയമായും നീ തള്ളപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് ഹല്ലേലൂയ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവിന്റെ വരവിൽ തള്ളപ്പെട്ടു പോകാതിരിപ്പാൻ ആമേൻ വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് വചനം അതേ വായിച്ച് ആമേൻ മത്സരിച്ച് ആമേൻ അതെ ആമേൻ ദൈവത്തിന് കൊള്ളാത്തവരാകാതെ വായിച്ച് ഗ്രഹിച്ച് അതെ അത് പഠിച്ച് അതേ വിശുദ്ധ ജീവിതം നയിപ്പാൻ തക്കവണ്ണം ഇടയാകണം. ഹല്ലേലൂയ. മത്സരം ആഭിചാര ദോഷം പോലെയും ശാഠ്യം മിഥ്യാപൂജയും വിഗ്രഹാരാധന പോലെയുമാകുന്നു
നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് അവൻ നിന്നെയും അത് രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ആമേൻ, തള്ളിക്കളയാതിരിക്കണമെങ്കിൽ മത്സരിച്ചുകൂടാ. ഹല്ലേലൂയ. ആമേൻ. അതെ, ശാഠ്യം ആമേൻ കാണിച്ചുകൂടാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, മത്സരം നിന്റെ ജീവിതത്തിലുണ്ടോ? നീ തള്ളപ്പെടുവാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഈ മനുഷ്യർ വിധിക്കപ്പെട്ടത് താൻ ചെയ്ത കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, പ്രത്യുത അവൻ ചെയ്തിരുന്ന കാര്യങ്ങൾ കൂടി കണക്കിലെടുത്താണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമുക്ക് നോക്കാം മത്തായി സുവിശേഷം 25-ാം അധ്യായം 41 മുതൽ ഉള്ള വേദഭാഗങ്ങൾ. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, നോക്കുക, ആമേൻ, കർത്താവ് ഇവിടെ വന്നിട്ട് ആമേൻ അതെ അവനെ കാത്തിരുന്ന തന്റെ മക്കളെ ഇവിടെ നിന്ന് ആമേൻ അവിടേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ, ആമേൻ, ഇടത്തുള്ളവരോട് പറഞ്ഞു, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. പ്രൈസ് ദി ലോർഡ്. കഷ്ടപ്പെട്ട് അവിടം വരെ ചെന്നിട്ട്, അല്ലെ, നമ്മുടെ കുഞ്ഞുങ്ങള് കഷ്ടപ്പെട്ട് ആമേൻ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പഠിച്ചിട്ട് അവസാനം പബ്ലിക് എക്സാമില് ആമേൻ എക്സാം എഴുതിയിട്ട് അവസാനം തോറ്റുപോയി. ആമേൻ കയറെടുത്ത് തൂങ്ങിയ പരിഹാരം ഉണ്ടാവുമോ? ഹല്ലേലൂയ. വീട്ടിൽ കിടന്ന് ഒച്ചപ്പാടും ബഹളവും വെച്ചിട്ട് കാര്യം നടക്കുമോ? ഹല്ലേലൂയ. ഞാൻ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പോയതാണ്. ആമേൻ, ഞാൻ മോഡേൺ എക്സാം എഴുതിയതാണ്, ഞാൻ പബ്ലിക് എക്സാം എഴുതിയതാണ്, ഒക്കെ ശരിയാ, അല്ലേ? ഞാൻ സ്നാനപ്പെട്ടതാ, ഞാൻ ആമേൻ അതെ എല്ലാ പരിപാടിയിലും ഉണ്ടായിരുന്നു, ഞാൻ കൺവെൻഷൻ ഉണ്ടായിരുന്നു, മാസ്യോഗത്തിനുണ്ടായിരുന്നു, ആമേൻ ഞാൻ നോട്ടീസ് ഒട്ടിച്ചതാ, ആമേൻ അത്ഭുതം കണ്ടതാ, അത്ഭുതം നടത്തിയതാ, ഒക്കെ ശരിയാ. ഹല്ലേലൂയ. ഞാൻ അത്ഭുതങ്ങളൊക്കെ ചെയ്തെന്ന്, ഞാൻ കൺവെൻഷൻ നടത്തിയെന്ന്, ഞാൻ ആതുര സേവന രംഗത്ത് വാരി കോരി കൊടുത്തെന്ന്, ഒക്കെ ശരിയാ. ആമേൻ. അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകുവിൻ. ഹല്ലേലൂയ. ആമേൻ. ഉടനെ മറുപടി, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല, ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നില്ല, അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടില്ല, നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല, രോഗിയും തടവിലുമായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നില്ല എന്ന് അരുളി ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അതിന് അവർ, കർത്താവേ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ അതിഥിയോ നഗ്നനോ രോഗിയോ ആമേൻ തടവിലോ ആയി എപ്പോൾ കണ്ടു, നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നു എന്ന് ഉത്തരം പറയും. അവനവരോട്, ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്യാനെടുത്തോളം എല്ലാം എനിക്ക് ചെയ്യാനത് എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരം അരുളും. നോക്കണമേ, അവൻ കണ്ട പാപിക്കും കണ്ട വിവരദോഷിക്കും കണ്ട ക്രമക്കേട് കാണിച്ച് നടക്കുന്ന ആമേൻ ആളുകൾക്ക് കൊടുക്കാത്ത കാര്യമല്ല പറഞ്ഞേ. ഹല്ലേലൂയ. ആമേൻ. ലോകത്തിൽ തരികിട കാണിച്ച് നടക്കുന്ന, എൻ്റെ ലോക്കൽ ഭാഷ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അരോചകം തോന്നരുത് കേട്ടോ. ആമേൻ. അതെ, ലോകത്തിൽ ആമേൻ ദുഷ്ടന്റെ കൂടെയും പാപിയുടെ കൂടെയും പരിഹാസിയുടെ കൂടെയും കള്ളുകൂടിയന്റെ കൂടെ ഒക്കെ നടക്കുന്നവന് നിനക്ക് ധനമുണ്ടായിട്ട് നീ കൊടുത്താലൊന്നും സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അതിന് പ്രതിഫലം കിട്ടത്തില്ല. ആമേൻ. അത് ഇടത്ത് നിൽക്കുന്നവരെ പിടിച്ച് അത് തള്ളാൻ നേരത്ത് തള്ളുന്നതിന് മുമ്പ് വലത്ത് നിൽക്കുന്നവരെ ചൂണ്ടിട്ട് പറഞ്ഞു, ഈ നിൽക്കുന്നവര് ഹല്ലേലൂയ. എടാ ആമേൻ അത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയില് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് വയറ് മുറുക്കിയെടുത്ത് ആമേൻ ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ, ആനന്ദദായകം, കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണേ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പാട്ടൊക്കെ പാടി ആമേൻ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിൽ അവനിൽ പ്രസാദമില്ല എന്നുള്ള വചനമൊക്കെ വിശ്വസിച്ച് പാടി ജീവിച്ചവരെ കണ്ടില്ലെന്നും കേട്ടില്ലെന്നും ഒക്കെ നടിച്ച് ഈ ആമേൻ അത് ഇടത്ത് കുറെ പേര്, ഓ എൻ്റെ ദൈവത്താൽ എൻ്റെ ദൈവത്താൽ അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. ഹല്ലേലൂയ. അങ്ങനെ അനുഗ്രഹമൊക്കെ പ്രാപിച്ചിടത്തുള്ളവർ എന്ത് ചെയ്തു? അടിച്ചു പൊളിച്ചങ്ങ് ജീവിച്ചു. പക്ഷെ അതിന്റെ ഇടയിൽ ഈ വലത്ത് ആമേൻ നിൽക്കുന്ന ആളുകളെ മൈൻഡ് ചെയ്യാൻ ഇവർക്ക് സമയമുണ്ടായില്ല. നീ മൈൻഡ് ചെയ്യണ്ട കേട്ടോ. പ്രൈസ് ദി ലോർഡ്. നീ മൈൻഡ് ചെയ്തില്ലെങ്കിലും മൈൻഡ് ചെയ്യുന്ന ഒരു കർത്താവുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ ലാസർ അബ്രഹാം പിതാവിന്റെ മടിയിൽ ഇരിക്കുമ്പോ ധനവാനോട് പറഞ്ഞത്, നീ ലാസർ അവിടെ
വളരെ കഷ്ടപ്പെട്ട് ആമേൻ കണ്ണുനീരും ദുഃഖവും പേറി കഴിഞ്ഞപ്പോ നീ ചിക്കൻ കാലും മട്ടൻ കാലും നെയ് റോസ്റ്റും ബൂസ്റ്റും ഹോർലിക്സും ഒക്കെ കഴിച്ച് ഹല്ലേലൂയ അതെ കഴിഞ്ഞപ്പോ നീ ഓർത്തില്ലല്ലോ ആമേൻ ഈ ലാസറിനെ ആമേൻ. എന്നാൽ ഹല്ലേലൂയ നീ കഴിച്ചപ്പോഴും ആമേൻ എന്താനന്ദം, എനിക്കെന്താനന്ദം, എന്റെ കൂടെയുള്ള വാസം ചിന്താതീതം അതു മനോഹരം, എന്തു സന്തോഷമാ പുതുജീവിതം, സന്താപമേറുമേ ഞാനാകിൽ സാന്ത്വനം താരും സുഖം, എന്താനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ആരു സഹായിക്കും, ആരു സംരക്ഷിക്കും എന്നുള്ള ഭീതി എനിക്കില്ല. ഇങ്ങനെ ആമേൻ കർത്താവിനോട് കൂടെ ആയിരുന്ന ലാസർ ആമേൻ മരിച്ചു കേട്ടോ. നാം എല്ലാവരും മരിക്കും. ആമേൻ. സമയം എപ്പോഴാന്ന് ഒരറിവില്ല, പക്ഷെ മരണം ഉറപ്പാ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ധനവാൻ വിചാരിച്ചു ഇവിടെ ഞാൻ അടിച്ച് പൊളിച്ച് ജീവിക്കുന്നത് പോലെ ഇതിനപ്പുറം എനിക്ക് ജീവിക്കാൻ പറ്റും. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് കേട്ടോ. പക്ഷേ അതിൽ മരണത്തിനപ്പുറമാണ് അത് വിധി വന്നത്. പ്രൈസ് ദി ലോർഡ്. വിധി വന്നപ്പോൾ ആമേൻ അതെ ഇവിടെ അടിച്ച് പൊളിച്ച് കിട്ടിയതൊക്കെ തിന്ന് സൂത്രം കാണിച്ച് ആമേൻ ധനവാൻ എവിടെ എത്തി? ആമേൻ അതെ യാതന സ്ഥലത്തെത്തി. ഹല്ലേലൂയ. അവിടെ കിടന്നുകൊണ്ട് മേപ്പോട്ട് നോക്കിയപ്പോ ആമേൻ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ കഷ്ടപ്പെട്ട് ആമേൻ ജീവിച്ച ആമേൻ അതെ ലാസർ അബ്രഹാം പിതാവിന്റെ മടിയിൽ ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കുക. പ്രൈസ് ദി ലോർഡ്. എന്റെ ഭാഷ പറഞ്ഞ സെൽഫി ഒക്കെ എടുത്തിരിക്കുക. ഉയ്യോ, അബ്രഹാം അപ്പച്ചന്റെ കൂടെ ഒരു ഫോട്ടോ ഒക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ ലാസർ ആമേൻ ഒരു ഫോട്ടോ എടുക്കാൻ നല്ല മൊബൈൽ പോലും ഇല്ലാതെ ധനവാൻ നല്ല മൊബൈലും കൊണ്ടൊക്കെ നടന്നിങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ എൻ്റെ അപ്പച്ച എനിക്ക് ഒരു മൊബൈലൊക്കെ കിട്ടിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ ചിന്തിക്കാനല്ലാതെ സ്വപ്നം കാണാനല്ലാതെ ആമേൻ അവന് തരാൻ ആരുമില്ലല്ലോ. അപ്പോൾ ആമേൻ അവനിങ്ങനെ ആ സ്വപ്നമൊക്കെ കണ്ട് ഹല്ലേലൂയ സ്തോത്രമൊക്കെ പറഞ്ഞിരുന്നിട്ട് ഇപ്പൊ ഇതാ ആമേൻ ധനവാനുണ്ട് ആ മൊബൈല് കയ്യിലെടുക്കാൻ പറ്റുന്നില്ല, അതിന് പകരം പുഴുവാ കയ്യില്. ഹല്ലേലൂയ. മേപ്പോട്ട് നോക്കിയപ്പോ അബ്രഹാമിന്റെ മടിയിൽ ഇരുന്നിട്ട് ആമേൻ ലാസർ സെൽഫി എടുക്കുക അബ്രഹാം അപ്പച്ചന്റെ കൂടെ. ഹല്ലേലൂയ. ആമേൻ. നോക്കണമേ, ഇത് കണ്ടിട്ട് ആമേൻ അതെ ധനവാൻ പറഞ്ഞു, അതെ എൻ്റെ കുറച്ച് സഹോദരങ്ങളുണ്ട്, അവന്മാർ ഇവിടെ വരുന്നതിന് മുമ്പ് ഞാനോ ഇവിടെ എത്തി, അവന്മാര് ആമേൻ അങ്ങോട്ട് വരാൻ വേണ്ടി ഒന്ന് വിടാൻ പറഞ്ഞു. ഒക്കത്തില്ലെന്ന്. ഇവിടുന്ന് ആർക്ക് അങ്ങോട്ട് വരാനും പറ്റത്തില്ല, അവിടുന്ന് ആർക്ക് ഇങ്ങോട്ട് വരാനും പറ്റത്തില്ല. ആമേൻ അവിടെ ഇപ്പം തൽക്കാലം ആമേൻ സോഷ്യൽ മീഡിയയിലൂടെ ലോകത്തിന്റെ അറ്റത്തോളം തിരുവചനം പ്രസംഗിക്കുന്ന കുറച്ചു പേരുണ്ട്. ആമേൻ ആ വചനം കേട്ട് കൊണപ്പെട്ടാൽ ആമേൻ ഇവിടെ മൊബൈൽ ഇല്ലെങ്കിലും ആമേൻ ഇവിടെ 4 വീലർ ഇല്ലെങ്കിലും ഇവിടെ ബഹുന കെട്ടിടമില്ലെങ്കിലും ആമേൻ ഭവനം പണിയാൻ പോയ കർത്താവ് അതെ മടങ്ങി വരുമ്പോൾ അവന്റെ കൂടെ എടുക്കപ്പെടുവാൻ വിശുദ്ധ ജീവിതം നയിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. അതിന് അവർ കർത്താവേ ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ ആമേൻ അതിഥിയോ നഗ്നനോ രോഗിയോ തടവിലോ ആയി എപ്പോൾ കണ്ടു, നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നു എന്ന് ഉത്തരം പറയും. അവൻ അവരോട് ഈ ഏറ്റവും ചെറിയവരിൽ. ഹല്ലേലൂയ. നോക്കണമേ, ആമേൻ ഈ വലത്ത് നിൽക്കുന്നവരെ ചൂണ്ടിട്ടോ പറഞ്ഞേ, ഇടത്ത് നിൽക്കുന്ന ഈ താപ്പാനകളോട്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനത്തെ താപ്പാനകളായിട്ട് കുറെ പേരുണ്ടെന്ന്. ഹല്ലേലൂയ. ആമേൻ. ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്യാഞ്ഞെടുത്തോളമെല്ലാം എനിക്കാണ് ചെയ്യാഞ്ഞത് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരം അരുളും. ആമേൻ. ഇവർ നിത്യദണ്ഡനത്തിലേക്കും ആമേൻ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പോകും. ഹല്ലേലൂയ. ആമേൻ. കർത്താവിന്റെ മക്കൾ അവരുടെ വായുടെ മൂല്യം അറിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, വെറുതെ ഇരുന്ന് വായി കൊണ്ട് അതും ഇതുമൊക്കെ പറഞ്ഞ് എന്തിരുന്ന് നീയായിട്ട് നിനക്ക് ദോഷം വരുത്തി വെക്കരുത്. പ്രൈസ് ദി ലോർഡ്. എന്തിനാ ഈ വീട്ടിൽ ജനിച്ചത്, ഇങ്ങേരുടെ കൂടെ കൂടിയത് കൊണ്ടാ ഇങ്ങനെയൊക്കെ ആയിപ്പോയതെന്ന് നീ പറഞ്ഞു പോയേക്കരുത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും പ്രയാസമോ എന്തെങ്കിലുമൊക്കെ സങ്കടകരമായ അനുഭവമോ വരികയാണെങ്കിൽ സ്തോത്രം പറയണം. കർത്താവേ, നീ നല്ലവൻ, നീ വല്ലവൻ. ഹല്ലേലൂയ. നിന്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. ഈ കഷ്ടത
കഷ്ടതയുള്ള വീട്ടിൽ ജനിച്ചതുകൊണ്ട്, ഈ വേദനയുള്ള ജീവിതം എനിക്കുണ്ടായതുകൊണ്ട് എനിക്ക് ആമേൻ യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവാൻ കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. അതുവഴി ആമേൻ അവ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? ഉപയോഗപ്പെടുത്താൻ പറ്റും. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 23-ാം വാക്യത്തിൽ ആമേൻ, എനിക്ക് അനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലമാകുന്നു. ആമേൻ. എന്നോടുകൂടെ ചേർക്കാത്തവൻ അത് ചിതറിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എനിക്ക് അനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലമാകുന്നു. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് ആമേൻ സങ്കീർത്തനക്കാരൻ ആമേൻ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, അതിനാൽ ശരിയായ വാക്കുകൾ എപ്പോഴും സംസാരിക്കുവാൻ സഹായിക്കാനായി അവൻ ദൈവത്തോട് അത്ഭുതകരമായ ഒരു പ്രാർത്ഥന നടത്തി. ഹല്ലേലൂയ. പ്രിയരെ, സങ്കീർത്തനക്കാരനിൽ നിന്ന് ഇന്ന് രാത്രി നമുക്ക് പഠിക്കാൻ ഹല്ലേലൂയ കഴിയുമെങ്കിൽ അതേ രീതിയിൽ ഒന്ന് പ്രാർത്ഥിക്കുവാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ വായിലെ വാക്കുകളും ഹൃദയത്തിന്റെ ധ്യാനവും ദൈവസന്നിധിയിൽ സ്വീകാര്യമാണെങ്കിൽ നിങ്ങൾ എല്ലായ്പ്പോഴും സമാധാനവും സമൃദ്ധിയും ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും പ്രാപിക്കുവാനും തക്കവണ്ണം ഇടയായിത്തീരും. നിങ്ങളുടെ വാക്കുകളാൽ നിങ്ങൾ നീതീകരിക്കപ്പെടുകയോ ശിക്ഷിക്കപ്പെടുകയോ ചെയ്യുമെന്ന് യേശു ക്രിസ്തു തന്നെ അനുഗമിച്ച തന്റെ ശിഷ്യന്മാരുടെ മുഖത്ത് നോക്കി പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. മത്തായി സുവിശേഷം 12-ാം അധ്യായം 37-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്. നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടുകയോ നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ആമേൻ. നമ്മുടെ വാക്കുകൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ന്യായവിധി ദിവസത്തിൽ അത് വീണ്ടും കേൾപ്പിക്കും. ആമേൻ. അത് നമ്മുടെ ന്യായവിധി നമ്മുടെ വാക്കുകളുടെ ആണ് എന്ന് അത് ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ. മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 37-ാം വാക്യം അടിവരയിട്ടോണം. ഹല്ലേലൂയ. നിന്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുകയോ നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. എല്ലാ നിസ്സാര വാക്കുകളും ആമേൻ അടിസ്ഥാനത്തിലായിരിക്കും. ഹല്ലേലൂയ. കാരണം നമ്മൾ ആമേൻ അലസമായി പറയുന്ന വാക്കുകൾ ആമേൻ യഥാർത്ഥത്തിൽ നമ്മൾ ആരാണെന്ന് വെളിപ്പെടുത്തും. ഞാനും നിങ്ങളും ആരാണെന്ന് എന്ത് ചെയ്യും? വെളിപ്പെടുത്തും. ആമേൻ. പ്രിയനെ, ദൈവവചനം അത് ചിന്തിക്കുന്ന ഹൃദയത്തിൽ സമൃദ്ധി. ഹല്ലേലൂയ. അത് വായിൽ നിന്ന് വെളിയിലേക്ക് വരുന്നത് അവന്റെ ഹൃദയത്തിൽ കിടക്കുന്നതാ. അതുകൊണ്ട് നമ്മൾ ദൈവവചനം ധ്യാനിക്കുകയും ആമേൻ അതിന്റെ ആഴങ്ങൾ ഗ്രഹിക്കുകയും പഠിക്കുകയും ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. മത്തായി സുവിശേഷം 12-ാം അധ്യായം 34-ാം വാക്യത്തിൽ ആമേൻ, സർപ്പസന്തതികളെ നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ലത് സംസാരിപ്പാൻ എങ്ങനെ കഴിയും? ഓ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആമേൻ വായിൽ നിന്ന് വെളിയിലേക്ക് വന്ന വാക്ക് അവൻ ദുഷ്ടനായത് കൊണ്ടാണോ? ഹല്ലേലൂയ. സർപ്പസന്തതികളെ, അതിന്റെ അർത്ഥം എന്താ? പിശാചിന്റെ സന്തതികളെ. ബോഷ്ക്ക് പറയുന്നത് ആരാ? രക്ഷിക്കപ്പെട്ടവൻ ദൈവത്തിന്റെ മകനല്ലേ? സ്നാനപ്പെട്ടവൻ ദൈവത്തിന്റെ മകനല്ലേ? കൊണപ്പെട്ടവൻ അത് പറയുന്നത് നല്ലത് അല്ലേ? കലക്കവെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങിയിട്ട് ഞാനും അത് മുങ്ങിയതാന്ന് പറഞ്ഞിട്ട് ഹല്ലേലൂയ ആമേൻ ക്രമക്കേട് കാണിക്കുന്നവന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുക, സർപ്പസന്തതികളെ നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ലത് സംസാരിപ്പാൻ എങ്ങനെ കഴിയും? ഹല്ലേലൂയ. ഹൃദയം നിറഞ്ഞു കവിയുന്നതിൽ നിന്നല്ലോ വായി സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. നല്ല മനുഷ്യൻ തന്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു. ദുഷ്ട മനുഷ്യൻ ദുർനിക്ഷേപത്തിൽ നിന്ന് തീയത് പുറപ്പെടുവിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ നിന്റെ സംസാരം എങ്ങനെയായിരുന്നു? നിന്റെ വാക്ക് എങ്ങനെയായിരുന്നു? ഹല്ലേലൂയ. നിന്റെ പ്രവൃത്തി എങ്ങനെയായിരുന്നു? ആമേൻ. നിന്റെ നിരൂപണം എങ്ങനെയായിരുന്നു? ഹല്ലേലൂയ. ആമേൻ. തന്റെ സ്നാനത്തിനായി പരീശരിലും സദൂക്യരിലും പലർ വരുന്നത് കണ്ടാറേ അവൻ അവരോട് പറഞ്ഞത്, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആരാ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. 23:33 കാണുന്നത്, പാപുകളെ, സർപ്പസന്തതികളെ, നിങ്ങൾ നരകവിധി എങ്ങനെ ഒഴിഞ്ഞു പോകും?
ജീവിതത്തിൽ നാളിതുവരെ ക്രമീകരിക്കപ്പെടേണ്ട മേഖലകളെ ക്രമീകരിക്കപ്പെടാതെ, നിന്റെ നാവിന് കടിഞ്ഞാണിടാതെ നീ ക്രമക്കേട് കാണിച്ച് അവിടെ ചെല്ലാമെന്ന് വിചാരിച്ചാൽ ഒരുപക്ഷെ നീ ചെല്ലും. പക്ഷേ പിശാചിനെയും അവന്റെ കൂട്ടരെയും പിടിച്ചു കെട്ടി തീക്കകത്ത് തള്ളിയിടുന്നതിന് മുമ്പ് ആദ്യം തള്ളിയിടുന്നത് നിന്നെ ആയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ പറയുന്ന എനിക്കും ഇത് ബാധകമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് നേരെ ക്ഷമിക്കപ്പെടാത്ത പാപം ചെയ്യുന്നവർ ആ കൂട്ടരായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പാമ്പുകളെ, സർപ്പസന്തതികളെ, നിങ്ങൾ നരകവിധി എങ്ങനെ ഒഴിഞ്ഞു പോകും? ഹല്ലേലൂയ. തന്റെ സ്നാനത്തിനായി പരീശരിലും, ആമേൻ, ഹല്ലേലൂയ, മത്തായി സുവിശേഷം 3-ാം അധ്യായം 7-ാം വാക്യം, തന്റെ സ്നാനത്തിനായി പരീശരിലും സദൂക്യരിലും പലർ വരുന്നത് കണ്ടാറെ അവനവരോട് പറഞ്ഞത്, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതാര്? ഹല്ലേലൂയ. സ്നാനപ്പെടണ്ടെന്നും ആമേൻ ഈ കൂടെന്നും കൂടണ്ടെന്നും ഒക്കെ പറഞ്ഞ് അനേകരെ ക്രമക്കേടിലേക്ക് നടത്തുന്നതാരാ? സർപ്പസന്തതികൾ, സാത്താന്റെ മക്കൾ. ഹല്ലേലൂയ. ആമേൻ. അതെ, ഹല്ലേലൂയ. അതെ, പരിശുദ്ധാത്മാവിന് നേരെ ക്ഷമിക്കപ്പെടാത്ത പാപം ചെയ്യുന്നവർ ആ കൂട്ടരായിരുന്നു. ഹല്ലേലൂയ. അതെ, സത്യത്തോടും വെളിച്ചത്തോടും ക്രിസ്തുവിനോടുമുള്ള അവരുടെ വെറുപ്പ് അവരുടെ ഹൃദയങ്ങളെ എന്ത് ചെയ്തു? കഠിനമാക്കി. ഇന്ന് രാത്രിയിലും ഇതൊക്കെ കേൾക്കുമ്പോൾ കഠിന ഹൃദയത്തോടെ ഇതൊക്കെ പൂട്ടി വെച്ചിട്ട് ക്രമക്കേട് കാണിക്കുന്നവരുണ്ടെന്ന് എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവാത്മാ പ്രവൃത്തിയെ എതിർത്ത് അവർ എങ്ങനായിരിക്കുന്നുവോ ആ സ്ഥിതിയിലേക്ക് തീർത്തു. ഹല്ലേലൂയ. ഒരുവന്റെ ഹൃദയത്തിൽ എന്താണോ ഉള്ളത് അത് കാലക്രമേണ പുറത്തു വരും. പ്രൈസ് ദി ലോർഡ്. അത് അവർ ഏത് തരത്തിലുള്ള ആളുകളാണെന്ന് എന്ത് ചെയ്യും? വെളിപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. അതെ, സദൃശവാക്യം 4:23, ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ എഴുതി, സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. ആമേൻ. ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. ആമേൻ. വളരെ ശാന്തരായിരിക്കുന്ന മനുഷ്യർ പോലും ചില സന്ദർഭങ്ങളിൽ വാക്കുകളാൽ തന്റെ ചിന്തകളെയും തന്നെ തന്നെയും ഒറ്റിക്കൊടുക്കുവാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ ആമേൻ അതെ ശബ്ദം ആമേൻ കേൾക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ, ഹല്ലേലൂയ, നാം ദൈവമുമ്പാകെ മൗനമായിരിക്കേണ്ടടുത്ത് മൗനമായിരിക്കാൻ തക്കവണ്ണം ഇടയാകണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നന്മ, ഹല്ലേലൂയ, അതെ, നല്ല ആമേൻ ജീവിതത്തിന് ഉടമയാകണമെങ്കിൽ ദൈവ ശബ്ദം കേൾക്കണം, ദൈവവചനം വായിക്കണം, പ്രാർത്ഥിക്കണം, ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധം ദൃഢമാക്കണം. ഹല്ലേലൂയ. അങ്ങനെയായാൽ നിങ്ങളുടെ ഹൃദയത്തിൽ അകത്ത് നിന്ന് പുറത്തു വരുന്ന വാക്കുകൾ ഉപ്പിനാൽ രുചികരമായ വാക്കുകളായിരിക്കും, കൃപയോടുകൂടിയതായിരിക്കും. അത് അനേകർക്ക് ആശ്വാസവും അനുഗ്രഹവും വിടുതലുമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഓർമ്മിക്കുക, നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ വായുടെ ദിശയിലേക്കാണ് പോകുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളായി ആമേൻ ആ ഇടത്ത് നിൽക്കുന്നവരെ ആമേൻ ആ തീപ്പൊയ്കയ്ക്കകത്തേക്ക്, ആ ദണ്ഡന സ്ഥലത്തിലേക്ക് തള്ളിയിടുവാൻ അവസരം ഉണ്ടാക്കിയതുപോലെ ആമേൻ നിങ്ങളായിട്ട് അവസരം ഉണ്ടാക്കാതെ, ഹല്ലേലൂയ, വലത്ത് നിൽക്കുന്നവരോട് ആമേൻ അതെ അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ പർദീസയിലേക്ക് ആമേൻ പോകുവാൻ പറഞ്ഞതുപോലെ ആ കൂട്ടത്തിൽ പോകുവാൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മെ സൂക്ഷിച്ച്, ഹല്ലേലൂയ, കേൾക്കപ്പെട്ട വചനപ്രകാരം ജീവിപ്പാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. സന്തോഷമുള്ളവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. അപ്പാ പിതാവേ, എൻ്റെ വായ് സൃഷ്ടിച്ചതിന് നന്ദി. ഹല്ലേലൂയ. തീർച്ചയായും അവിടുത്തെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ജീവിപ്പാൻ ഇന്ന് രാത്രി കേൾപ്പിച്ച വചനത്തിന് മുമ്പിൽ എന്നെ ഇതാ സമർപ്പിക്കുന്നു എന്ന് സ്വയം തീരുമാനിക്കുന്നവർ തലകളെ വണക്കിയാട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ശരിയായ രീതിയിൽ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ അനേകർക്ക് അനുഗ്രഹമായി തീരുന്ന ഒരു ആമേൻ സമൃദ്ധിയായ ജീവിതത്തിനുടമയായി ആമേൻ മാറുവാൻ, ആ സമാധാനത്തിലേക്ക്, ആ സന്തോഷത്തിലേക്ക് എന്നെ കൈപിടിച്ചു നടത്തുവാൻ ഇന്ന് രാത്രി കേൾപ്പിച്ച് വചനത്തിന് മുമ്പാകെ എന്നെ സമ്പൂർണ്ണമായി വിധേയപ്പെടുത്തുന്നുവെന്ന് എത്ര പേർ ഇന്ന് രാത്രി ദൈവ
ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും. ഹല്ലേലൂയ. വചനം കേട്ട എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി സ്നേഹതീരം പ്രയർ ഫാമിലിയിലൂടെ ഈ വചന ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിക്കുകയും ഇത് നമുക്ക് മാത്രമല്ല അനേകർക്ക് അനുഗ്രഹം ആകണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്ത പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രിയ സജി വർഗീസിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ആമേൻ കുവൈറ്റിൽ നിന്ന് ആമേൻ ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുകയും ആമേൻ തനിക്ക് മാത്രമല്ല ആമേൻ ആയിരക്കണക്കിന് ജനങ്ങൾ ആമേൻ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ അവരിൽ ഒരാളെങ്കിലും രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹത്തോടെ ആത്മാർത്ഥതയോടെ ഷെയർ ചെയ്യുകയും ചെയ്ത കർത്താവിന്റെ ദാസനെ ഓർത്ത് നമുക്ക് കരം അടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാം. തന്നെയും തന്റെ ജീവിത പങ്കാളിയെയും തന്റെ തലമുറകളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ബിനു ആമേൻ ശങ്കരൻ ഹല്ലേലൂയ ആമേൻ. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവിന്റെ ദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ബിജു പിയ ഹല്ലേലൂയ ഇന്ന് രാത്രി ആത്മാർത്ഥതയോടെ ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ചിരിക്കുന്നു. കർത്താവിന്റെ ദാസനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ കാലഘട്ടങ്ങളിൽ ശക്തമായി കർത്താവിന്റെ ദാസനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കല സുനിൽ കുമാർ ഇന്ന് രാത്രി അനുഗ്രഹീതമായ ഒരു സാക്ഷ്യം കേൾപ്പിക്കുവാൻ കർത്താവിന്റെ ദാസിയെ സഹായിച്ചല്ലോ. പിന്നെയും അധികം വിശാലതകളിലേക്ക് കർത്താവിന്റെ കുടുംബത്തെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. തന്റെ സഹോദര വർഗങ്ങളെല്ലാം നിത്യതയിൽ കാണപ്പെടേണ്ടതിന് തിരുവചന പ്രകാരം ജീവിപ്പാൻ അവരെല്ലാം ദൈവം സഹായിക്കട്ടെ. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ 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 ആമേൻ. ആദം ജീവയ്ക്കായി ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് രാത്രി കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച ആദം ജീവയ്ക്കായി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ ആമേൻ. സുരേഷ് ബി കെ ലത ആമേൻ ആമേൻ ലേഖ ആമേൻ. നമുക്ക് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാം. ആമേൻ. വേദപുസ്തകം ഇല്ലേ ദൈവദാസനെ? ഹല്ലേലൂയ ആമേൻ. കർത്താവിന്റെ ദാസിയെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ ആമേൻ. വേദപുസ്തകം ആമേൻ ഇല്ലാതെ കണ്ടല്ല ഞാൻ നിൽക്കുന്നത്. ആമേൻ ആമേൻ. അതെ ദൈവത്തിന്റെ ദാസിയെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ ആമേൻ. അതെ കർത്താവിന്റെ ദാസൻ ആമേൻ തോമസ് അബ്രഹാം ആണിലിപ്പറമ്പിൽ ഇന്ന് രാത്രി കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ആമേൻ. അതെ തിരക്കേറിയ ജീവിതത്തിലും ആമേൻ കർത്താവിന്റെ ശബ്ദം കേട്ടുകൊണ്ട് ആമേൻ കർത്താവിന്റെ ആ വചനത്തിന്റെ മാധുര്യം അനുഭവിച്ചുകൊണ്ട് അനേകർക്ക് ആശ്വാസമായി അനുഗ്രഹമായി തീരുവാൻ സമർപ്പിക്കപ്പെട്ട് കർത്താവിന്റെ ആമേൻ വേലയ്ക്ക് വേണ്ടി ഹല്ലേലൂയ ആമേൻ ശക്തിയോടെ നിൽക്കുവാൻ ഹല്ലേലൂയ സമർപ്പിക്കപ്പെടുന്ന ആ കുടുംബത്തെ തലമുറകളെ എല്ലാം ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. സഞ്ജീവ് മാത്യുവിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കുവൈറ്റിലെ കർത്താവിന്റെ ദാസൻ ആമേൻ അനേകർക്ക് ആശ്വാസം അനേകർക്ക് അനുഗ്രഹം തന്റെ ശബ്ദത്തിലൂടെ അനുഗ്രഹീതമായ ഗാനങ്ങൾ പാടുകയും ദൈവം കൊടുത്തിരിക്കുന്ന സന്ദേശം തനിമ നഷ്ടപ്പെടാതെ അനേകർക്ക് ആശ്വാസവും അനുഗ്രഹവുമായി തീരുവാൻ ഈ കാലഘട്ടങ്ങളിൽ കർത്താവ് കരങ്ങളെടുത്ത് ഉപയോഗിക്കുന്ന അഭിഷേകത്തിനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. താൻ രഹസ്യവും പരസ്യവുമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ ഈ ദിവസങ്ങളിൽ ദൈവം മറുപടി കൊടുത്ത് അവരെ കുടുംബമായി ആദരിക്കേണ്ടതിനാണ് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ. റോബിൻ ആമേൻ മത്തായി ദുബായ് ആമേൻ. കർത്താവിന്റെ ദാസ് ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഏറിയ നന്മകളാൽ നിറയ്ക്കട്ടെ. ഹല്ലേലൂയ ആമേൻ ആമേൻ ആമേൻ. ഇന്ന് രാത്രി ഹല്ലേലൂയ റേച്ചൽ ദാനിയലിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആമേൻ. കർത്താവിന്റെ ദാസി ആയിരിക്കുന്നിടത്ത് ദൈവം അത്ഭുതകരമായി വാർദ്ധക്യം നരമുള്ള കാലത്തും ഞാൻ നിങ്ങളെ ചുമക്കുമെന്ന് വാക്ക് പറഞ്ഞ കർത്താവിന്റെ വലിയ സാന്നിധ്യം തന്നോട് കൂടെ ഇരുന്ന് സമപ്രായത്തിലുള്ള പലരും ലോകം വിട്ടു പോയപ്പോൾ ഈ പ്രായത്തിലും തലമുറകളോട് കൊച്ചുമക്കളോട് ഒക്കെ ഇരുന്ന് കർത്താവിന് മഹത്വം കൊടുക്കുവാൻ തന്നെ സഹായിക്കുന്ന സർവ്വകൃപാലുവായ ദൈവം പിന്നെയും ധാരാളമായി അനുഗ്രഹിക്കേണ്ടതിനാൽ കരപടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാം. ആമേൻ. മിനി ചാക്കോയ്ക്കായി ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് രാത്രി കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച ആ മിനി ചാക്കോ ആരായിരുന്നാലും ഇന്ന് രാത്രി ഹൃദയത്തിന്റെ വേദനകളെ അറിയുന്ന ദൈവം ഒരു വിശാലത തന്റെ ജീവിതത്തിൽ നൽകി തന്നെ മാനിക്കട്ടെ ആദരിക്കട്ടെ. സകല ആശ്വാസങ്ങളുടെ ഉറവിടമായ സ്വർഗത്തിലെ ദൈവം കർത്താവിന്റെ ദാസി അത്ഭുതകരമായി നടത്തേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. അതേ സാങ്കുട്ടി VM ട്രിവാൻഡ്രം കർത്താവിന്റെ ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ഈ തലമുറയിൽ സത്യ സുവിശേഷത്തെ സത്യമായി പ്രസംഗിച്ചുകൊണ്ട് അനേകരെ കർത്താവിന്റെ ആമേൻ വരവെങ്കിലേക്ക് ഒരുക്കുന്ന അനുഗ്രഹീതനായ ഒരു സഭാ ശുശ്രൂഷകനായി ട്രിവാൻഡ്രം ജില്ലയിലായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ ആമേൻ സാം ആമേൻ. അതേ കുട്ടിയെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. തന്നെയും തന്റെ തലമുറകളെയും ജീവിത പങ്കാളിയെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സാം സിബി ജെയ്സിനായി ദൈവത്തെ സ്തുതിക്കാം. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ
അജിത ജോബിയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് രാത്രി കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നല്ലോ. ആമേൻ ആമേൻ. അതെ, പേരുകൾ കാണാതെ പോയ അനേക പ്രിയപ്പെട്ടവരുണ്ട്. ആമേൻ. ഇല്ല ആമേൻ. ഇല്ല ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ഹല്ലേലൂയ പ്രിയ ആന്റി ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തന്റെ ജീവിതത്തിലെ സമസ്ത മേഖലകളിൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം തന്നോട് കൂടെ ഇരിക്കട്ടെ. ആമേൻ. സുരേഷൽ ഹല്ലേലൂയ ആ കുടുംബത്തെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ക്ഷാമകാലത്ത് ക്ഷേമത്തോടെ പരിപാലിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയുടെ കരം ഹല്ലേലൂയ തന്റെ മക്കൾക്ക് അനുകൂലമായി ഇന്നും അതേ ചലിക്കുന്നല്ലോ. യഹോവ നല്ലവനെന്ന് രുചിച്ചറിഞ്ഞുകൊണ്ട് ആമേൻ ഇന്ന് രാത്രിയിൽ നമുക്കായിരിക്കാൻ നമ്മെ സഹായിച്ച, നമ്മെ ബലപ്പെടുത്തിയ സർവകൃപാലുവായ ദൈവത്തിന് കരമടിച്ച് മഹത്വം കൊടുത്താണ്. ഹല്ലേലൂയ. ആമേൻ. സ്വദേശത്തും വിദേശത്തും ആമേൻ ആയിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കേരളത്തിന്റെ വിവിധ ജില്ലകളിലായിരുന്ന കണ്ണൂരിൽ നിന്ന്, കാസർഗോഡിൽ നിന്ന്, ഇടുക്കിയിൽ നിന്ന്, ആമേൻ അതെ ട്രിവാൻഡ്രത്തിൽ നിന്ന്, തിരുവല്ലയിൽ നിന്ന് ഒക്കെ ആയിരുന്ന എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. അതെ, കല സുകുമാരി, അതുപോലെ തന്നെ സുനിൽ കല, ആമേൻ ഹല്ലേലൂയ സുനിൽ, ആമേൻ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ശോഭന വിജയൻ, ആമേൻ അതുപോലെ തന്നെ പ്രസാദ്, ഹല്ലേലൂയ ഇവരെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. വിജയൻ കെ, ആമേൻ ഇവരെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. നാളിതുവരെ കർത്താവിന്റെ വേലയുടെ മുഖത്ത് ആയിരിക്കുന്ന ആമേൻ ആളുകളെ ആമേൻ അതെ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുത്ത് സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവരെയും ഓർക്കാതെ ദൈവം ഇരിക്കുന്നില്ല. ഇടത്തുള്ളവരോട് പറഞ്ഞു ആമേൻ ശപിക്കപ്പെട്ടവരെ, ഹല്ലേലൂയ അതെ വലത്തുള്ളവരെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു ഈ നിൽക്കുന്നവരിൽ ചെറിയവന് ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാൻ മനസ്സില്ലാത്ത നിന്നെയൊക്കെ ഇവിടെ കയറി വന്നത് ആമേൻ എന്തിനാടാന്ന് ചോദിച്ചിട്ടല്ല, ശാപിക്കപ്പെട്ടവരെ. ഹല്ലേലൂയ. ആമേൻ ഒരു ദാക്ഷിണ്യവും കാണിച്ചില്ല. അതുകൊണ്ട് കർത്താവിന്റെ വരവിങ്കിൽ ആമേൻ എടുക്കപ്പെട്ടു എന്ന് വിചാരിച്ച് ആരും സന്തോഷിക്കരുത്. അവിടെ ചെല്ലുമ്പോൾ ആ ശപിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ തള്ളി ഇടാതിരിക്കേണ്ടതിന് വിശുദ്ധ ജീവിതം നയിപ്പാൻ ഹല്ലേലൂയ ശിഷ്ടായുസ് നമ്മെ ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിൽ ആമേൻ കോൺഫറൻസ് കോളിലൂടെ പങ്കെടുത്ത പ്രിയപ്പെട്ടവർക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആമേൻ. വത്സമ്മ ബാബുവിനായി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. കെ എസ് അമ്മണിക്കായി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ആമേൻ. അതെ കുഞ്ഞമ്മ വടാൽ, ആമേൻ അതെ കാസർഗോഡ് ജില്ലയിൽ ഭീമനടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഇന്ന് രാത്രി ഈ കോൺഫറൻസ് കോളിൽ പങ്കെടുക്കുന്നു. അവർക്കായി ദൈവത്തെ സ്തുതിക്കാം. അതുപോലെ തന്നെ ലീലാമ ജോസ് കണ്ണൂരിൽ നിന്ന് ഇന്ന് രാത്രി നമ്മോടൊപ്പം അതെ പങ്കെടുക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കുഞ്ഞമ്മ രാജുവിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അതുപോലെ കോൺഫറൻസ് കോളിൽ ആമേൻ പ്രാരംഭത്തിൽ ട്രിവാൻഡ്രത്ത് നിന്ന് പ്രിയ കല ആമേൻ സുനിൽ ഉണ്ടായിരുന്നു. ആമേൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ആമേൻ. എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി ആമേൻ അതെ കർത്താവിന്റെ ദാസി കെ എസ് അമ്മണി ശബ്ദമുയർത്തി എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നതായി. ആമേൻ. പ്രിയ കർത്താവിന്റെ ദാസി കെ എസ് അമ്മണി 85 വയസ്സ് പ്രായമുണ്ട്. ആമേൻ അതെ താൻ അറിയിച്ചിരിക്കുന്നത് ആമേൻ ഈ മഴയുടേതാകുന്ന ബുദ്ധിമുട്ട് കൊണ്ട് ആമേൻ തനിക്ക് ശ്വാസം മുട്ടലുണ്ട്. ആമേൻ ഇന്ന് സംഭവിച്ചതല്ല, ആരും തെറ്റിദ്ധരിക്കരുത്. ആമേൻ വളരെ ചെറുപ്രായത്തിൽ തന്നെ ആ രോഗാവസ്ഥയോട് കൂടെ ഈ 85ാമത്തെ വയസ്സിലും ഹല്ലേലൂയ കർത്താവിനെ സാക്ഷീകരിപ്പാൻ തന്നെ ഇരുത്തിയിരിക്കുന്ന സർവകൃപാലുവായ ദൈവത്തിന് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ആമേൻ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹയോട് പറഞ്ഞു ആമേൻ എന്റെ കൃപ നിനക്ക് മതി. ആമേൻ. അതെ എൻ്റെ മമ്മിയുടെ മമ്മിയാണ്, എൻ്റെ അമ്മച്ചിയാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ മമ്മി എന്നെ ആമേൻ അതെ വളർത്തി വലുതാക്കിയതിനേക്കാൾ ഉപരി ഹല്ലേലൂയ എൻ്റെ അമ്മച്ചിയുടെ കൂടെയായിരുന്നു ഞാൻ വളർന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ എൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ അമ്മച്ചിയിൽ നിന്ന് അകന്നു വന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഏറിയ കാലം ഞാൻ കുഞ്ഞുനാളിൽ അമ്മച്ചിയോടൊപ്പമായിരുന്നു. അതൊക്കെ ഓർത്ത് ഇടയ്ക്കൊക്കെ ഞാൻ ദൈവത്തെ സ്തുതിക്കാറുണ്ട്. ഈ 85ാമത്തെ വയസ്സിലും ആമേൻ ഈ കഴിഞ്ഞ ദിവസം ഞാനിവിടെ ശാരീരികമായ രോഗാവസ്ഥയിൽ കിടന്നപ്പോൾ എന്നെ വന്ന് കാണുവാൻ തക്കവണ്ണം ഇടയായി. എന്നാൽ 2 കൊല്ലത്തിലധികമായി എൻ്റെ അമ്മച്ചിയെ ഞാൻ പോയി കണ്ടിട്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇതൊക്കെ പറയുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ആമേൻ മക്കളെയും മക്കളുടെ മക്കളെയും 4 തലമുറ വരെ കാണുവാനുള്ള ആയുസ് ദൈവം തന്റെ മക്കൾക്ക് നൽകുമെന്ന വാഗ്ദത്തം. അങ്ങനെയെങ്കിൽ ആമേൻ ആ തലമുറയിലൂടെ കാണുവാനുള്ള അവസരം എൻ്റെ അമ്മച്ചിക്ക് ദൈവം കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കരമടിച്ച് കർത്താവിന്
മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. എൻ്റെ മൂത്ത മോൾക്ക് ആമേൻ ഞാൻ വിവാഹം കഴിച്ച സമയമാണെങ്കിൽ ഇന്ന് 21 വയസ്സായന് കൃപയാൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം ജീവിതത്തിൽ തലമുറയെ നൽകി. അവൾക്ക് ഇന്ന് 18 വയസ്സാകാൻ പോകുകയാണ്. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ. അതായത് എൻ്റെ മമ്മിയെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ എൻ്റെ മമ്മിയുടെ പപ്പയെ ഞാൻ കണ്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാകുമ്പോൾ ആമേൻ എൻ്റെ മമ്മിക്ക് എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ 15-16 വയസ്സാകുന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതിൽ ആ ഒരു പ്രായത്തിന് മുമ്പ് മമ്മിയുടെ പിതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. അന്ന് മുതൽ വിധവയായി ആമേൻ കുഞ്ഞുങ്ങളോട് ഒരുമിച്ച് ആമേൻ അതേ മക്കളോട് ഒരുമിച്ച് മരുമക്കളോട് ഒരുമിച്ച് കൊച്ചുമക്കളോട് ഒരുമിച്ച് കർത്താവിന്റെ സാക്ഷിയായി ഈ ഭൂമിയുടെ പരപ്പിൽ പ്രിയ അമ്മച്ചി ഇരുത്തിയിരിക്കുന്ന ദൈവം ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ബലവും നൽകി തരുവാൻ വിശ്വസ്തനാണ്. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. തികച്ചും അസാധ്യമായ കാര്യമാണ്. എന്താ? ആമേൻ. അതെ, വളരെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഭർത്താവ് നഷ്ടപ്പെട്ടു, ആൺമക്കളില്ല, 4 പെൺമക്കളുമായി. ഹല്ലേലൂയ. ആമേൻ. ഈ പ്രായം വരെ ഈ ഭൂമിയുടെ പരപ്പിൽ ഇരുത്തിയ ദൈവം ഇന്നും ജീവിക്കുന്നു. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. അമ്മച്ചിയുടെ മാത്രം ദൈവമല്ല, നമ്മുടെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എനിക്കാരും ഇല്ല എന്ന് പറഞ്ഞ് ആരും ഒതുങ്ങി പോകരുത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ അതെ പ്രിയ അമ്മച്ചി അല്പം ബുദ്ധിമുട്ട് നേരിടുന്നു കേൾപ്പാനിടയായി. എല്ലാവരും സ്തോത്രം ചെയ്താട്ട് ഇന്ന് രാത്രി അമ്മച്ചിയെ അലട്ടുന്ന എല്ലാ ശാരീരികമായ അസ്വസ്ഥതകളും വാർദ്ധക്യ നരയുള്ള കാലത്തും ഞാൻ നിങ്ങളെ ചുമക്കാമെന്ന് വാക്കു പറഞ്ഞ ആ നല്ല കർത്താവ് ഇന്ന് രാത്രി അത്ഭുത വിടുതൽ, അത്ഭുത സൗഖ്യം പിന്നെയും തന്റെ ശരീരത്തിൽ വെളിപ്പെടുത്തി മാനിക്കേണ്ടതിനായി എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ വളാലിൽ നിന്നും ആമേൻ കുഞ്ഞമ്മ ആമേൻ ഭാരതൻ ശബ്ദമുയർത്തി എല്ലാവരെയും ഓർത്ത് ആത്മനിറവോടെ പ്രാർത്ഥിച്ചാൽ ഈ ഒരു മനോഹരമായ ഒരു പകൽക്കാലം അടിയങ്ങളെ വിട്ട് കടന്നുപോയി കർത്താവ്. ഈ രാത്രികാലം അപ്പത്തിന്റെ പാതവിടെ ആയിരിക്കുവാൻ സ്വർഗത്തിന്റെ ദൈവം ഒരു പാപകാലം മരിക്കില്ല. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നപ്പാ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. ഈ രാത്രികാലം കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം ചെയ്യുന്നപ്പാ. വചനം അനുസരിച്ച് ജീവിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ. അത് കർത്താവേ. ഹല്ലേലൂയ. ഇന്ന് ഈ കൂട്ടായ്മയിൽ കൂടിയ എല്ലാവരെയും അപ്പത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം. എല്ലാവരും ഒരുപോലെ അങ്ങ് അനുഗ്രഹിച്ചുകൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം. നിന്റെ ദാസനെ അപ്പത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ദാസനെ കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചതിനായി സ്തോത്രം ചെയ്യുന്നപ്പാ. കർത്താവെ അധികമായി അങ്ങ് ശുശ്രൂഷ കർത്താവെ ചെയ്യിപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. അവരെ കുടുംബമായി അപ്പച്ചൻ പരിപാലിച്ചു കൊള്ളണമേ. അവരുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം ആവശ്യമായ കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്തു കൊടുക്കണമേ. വിദ്യാഭ്യാസ ഭാവി കുഞ്ഞുങ്ങളുടെ അനുഗ്രഹമാക്കണമേ കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവിന് മനസ്സലിയണമേ. ഞങ്ങളുടെ കർത്താവെ വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാവിനെ അപ്പച്ചന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് കർത്താവെ. ഹല്ലേലൂയ. അപ്പാ നീ മനസ്സലിയുമാറാകണമേ കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവെ. സമയത്ത് അങ്ങയുടെ ആണിപ്പഴുതുള്ള കരങ്ങളാൽ അങ്ങ് തലോടുമാറാകണമേ. അതാസമുട്ടലായി ഭാരപ്പെടുന്ന അവസ്ഥയ്ക്ക് പൂർണ്ണമായ വിശ്വസിക്കണമേ. അങ്ങയുടെ അടിപ്പുണരാൽ സൗഖ്യം ഞങ്ങൾ വിശ്വസിക്കുന്നപ്പാ. അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ. അങ്ങ് വിടുവിക്കുമാറാകണമേ കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവേ. ധനമായി കൊടുത്ത കുഞ്ഞുങ്ങളെല്ലാം അപ്പത്തന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. വിരാമയ്ക്കായി ചേട്ടനായി സ്തോത്രം ചെയ്യുന്നപ്പാ. കർത്താവേ അവരെ അങ്ങ് ഇരുവരെ അനുഗ്രഹിക്കണമേ. സകലവിധ രോഗങ്ങളുടെ വിടുവിച്ചങ്ങ് പരിപാലിച്ചുകൊള്ളണമേ കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങൾക്ക് കൂടുതലായി പ്രയോജനപ്പെടുന്ന മക്കളായി തീരുമാനങ്ങൾ നിർണ്ണയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അവർക്ക് ദാനമായി കൊടുത്ത കുഞ്ഞുങ്ങളെല്ലാം അപ്പച്ചന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. തിരുമോനെയും കുടുംബമായ അപ്പച്ചന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സന്തോഷനും കുടുംബമായ അപ്പച്ചന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. തിരുമോനെയും കുടുംബമായി ഏൽപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. കുഞ്ഞുമക്കളെ എല്ലാ അപ്പച്ചന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. അവരെ കുടുംബമായി അങ്ങ് അനുഗ്രഹിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. എന്റെയും കുടുംബമായി അപ്പച്ചന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരുടെ മക്കളെല്ലാം ആയിരിക്കുന്നിടത്തൊക്കെ അങ്ങ് പരിപാലിച്ചൊള്ളണമേ. അവരെല്ലാം അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെയും കുടുംബമായി അപ്പച്ചന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. അവരെ ഇരുവരെയും കർത്താവേ. ഹല്ലേലൂയ.
അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ കർത്താവെ. രാജ്യമോൾക്കായി സ്തോത്രം ചെയ്യുന്നപ്പ വിടിവിക്കുമാറാകണമേ. കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നവരെ കുടുംബമായി അങ്ങ് അനുഗ്രഹിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പച്ചമ്മയ്ക്കായി ബാബുനായി സ്തോത്രം ചെയ്യുന്നപ്പ അവരുടെ മക്കളെല്ലാം ആയിരിക്കുന്നിടത്തൊക്കെ എല്ലാവരെയും പരിപാലിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ നന്മകളാലും നിറയ്ക്കണമേ കർത്താവെ. സ്തോത്രം. പിന്നെ കൂട്ടായ്മയിൽ കൂടി എല്ലാ മക്കളെ പറ്റാ പേരായി കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ സഹോദരി അപ്പത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. അങ്ങ് കൊടുത്ത വിടുതലിനായി സ്തോത്രം. പൂർണ്ണമായി അങ്ങ് വിടുവിക്കണമേ. അത് അനേകർക്ക് കർത്താവെ ഹല്ലേലൂയ സാക്ഷ്യം അനേകർക്ക് ഒരു വിടുതലായി കർത്താവെ അങ്ങ് സഹായിക്കണമേ കർത്താവെ. അത് കേൾക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും കർത്താവെ വിശ്വാസത്താൽ ഉറപ്പും ധൈര്യവുമുള്ളവരായി തീരുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. ഉത്തരമല്ലിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ ആമേൻ ആമേൻ ആമേൻ. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ കൂട്ടായ്മ അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. അതുപോലെ നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിപ്പാൻ താല്പര്യമുള്ളവർ 9744703489 എന്ന നമ്പറിൽ റിക്വസ്റ്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ആമേൻ സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ ഈ കൂട്ടായ്മ നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ അത് നിങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, നിങ്ങളുടെ സഹോദരങ്ങൾക്ക്, നിങ്ങളുടെ കൂടപ്പുറപ്പിന് ഷെയർ ചെയ്ത് കൊടുക്കുക. സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ആമേൻ. നിങ്ങളുടെ സഹോദരങ്ങൾക്ക് അത് പരിചയപ്പെടുത്തി കൊടുക്കുക. ആമേൻ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി. ദൈവം അനുവദിച്ചാൽ നാളെ രാത്രിയിലും നമുക്ക് ഒരുമിച്ച് ഈ കൂട്ടായ്മയിൽ കാണുന്നത് വരെ അവിടെ ഇവിടങ്ങളിലായി സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ശുഭരാത്രി. ഗോഡ് ബ്ലസ് യു.